വിശദമായി നോക്കാം. നമുക്ക് ഓരോ വാർത്തകളിലേക്ക് അതിഥികളൊക്കെ ഉണ്ട് നമുക്ക് ഇന്ന് പ്രത്യേകം. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വിശദമായി എത്താം. ആദ്യം നമ്മൾ പോവുകയാണ്. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട്. ഹിസ്ബുള്ള ലിറ്റ്നി നദിയുടെ വടക്കോട്ട് പിന്മാറാനാണ് ധാരണ. ഇസ്രായേൽ സൈന്യം ലെബനൻ അതിർത്തി വിടാനും ധാരണയായി. തീരുമാനം അമേരിക്ക സ്വാഗതം ചെയ്തു. അതേസമയം ഈ ധാരണയ്ക്ക് പിന്നാലെ ലെബനനിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ആര്യ ആർ ദേവൻ ചേരുന്നു വിവരങ്ങളുമായി. ആര്യ, ഗുഡ് മോർണിംഗ്. ഈ നാളുകളായുള്ള ശ്രമഫലങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ ആ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. പക്ഷേ വീണ്ടും അത് ലംഘിക്കപ്പെട്ടു എന്നുള്ള ഒരു റിപ്പോർട്ട് വരാനുണ്ടായ പശ്ചാത്തലം എന്താണ് ആര്യ? ഗുഡ് മോർണിംഗ് എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഒരു വർഷത്തിലധികമായി നിലനിൽക്കുന്ന ഒരു യുദ്ധ സാഹചര്യമായിരുന്നു അവിടെ. എത്രയോ ആയിരങ്ങൾ കൊല്ലപ്പെട്ടു, എത്രയോ ആയിരങ്ങൾ അനാഥമാക്കപ്പെട്ടു, എത്രയോ ആയിരങ്ങൾ പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനൊക്കെ അവസാനമായി ഈ ഒരു ധാരണ, ലെബനനുമായിട്ടുള്ള ഹിസ്ബുള്ളയുമായിട്ടുള്ള ഇസ്രയേലിന്റെ വെടിനിർത്തൽ ധാരണ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ ഇനി അവിടെ നിന്നുണ്ടാകും, പശ്ചിമേഷ്യയിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ വാർത്തകളൊക്കെ അസ്ഥാനത്താകുകയാണ് എന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഈ വെടിനിർത്തൽ ധാരണ ഇന്ന് രാവിലെ 4 മണി മുതലായിരുന്നു പ്രാബല്യത്തിൽ വരുന്നത്. പക്ഷെ ആ ധാരണയെ, ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അന്തർദേശീയ മാധ്യമമായ അൽ ജസീറയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. വടക്കൻ ലെബനനിൽ ഇത്തരത്തിൽ വലിയ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഈ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഏറ്റവും ആകാംക്ഷയോടെ ലോകം ചർച്ച ചെയ്യുന്നത് ഈ വെടിനിർത്തൽ ധാരണ തന്നെയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഈ വെടിനിർത്തൽ ധാരണയെ ലോകം ഉറ്റുനോക്കിയത് എന്ന് തന്നെ പറയാം. നമുക്കറിയാം, വലിയ ആശ്വാസമായിരുന്നു ഈ ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ ധാരണയിലൂടെ ഈ യുദ്ധഭീതി ഒഴിയുന്നു എന്നുള്ള ഒരു സാഹചര്യം. ആ ഒരു വാർത്തയെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആശ്വാസകരമായി ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു. അതിനിടയിൽ ചില റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കിനി ഈ ധാരണയിലേക്ക് എങ്ങനെ എത്തി എന്ന് നോക്കിയാൽ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിലാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രയേലും ഹിസ്ബുള്ളയും എത്തുന്നത് എന്നുള്ളതാണ്. ധാരണപ്രകാരം ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്. ഇസ്രായേൽ സൈന്യവും ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർത്തിരുന്നു. ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ്, ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാർ അത് അംഗീകരിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് ഇസ്രായേൽ എത്തുന്നത്. പക്ഷെ നേരത്തെ തന്നെ ഹിസ്ബുള്ള ഈ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചിരുന്നു. ഇസ്രായേൽ കൂടി ഈ ഒരു ധാരണ അംഗീകരിച്ചതോടെയാണ് 1 വർഷമായി തുടരുന്ന യുദ്ധക്കെടുതിക്ക് താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസമാകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഈ എത്ര കാലം ഈ ധാരണ പ്രകാരം മുന്നോട്ട് പോകാൻ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും സാധിക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഈ ധാരണയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. 60 ദിവസത്തെ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ധാരണയിലേക്കാണ് എത്താൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇസ്രായേലിന്റെ ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് ഈ ധാരണയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ള കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. വൈറ്റ് ഹൌസിൽ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ ലെബനൻ ഇസ്രായേൽ വെടിനിർത്തൽ വിവരത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കുമ്പോൾ ബൈഡൻ പറഞ്ഞത് നല്ല വാർത്തയാണെന്നും ആശ്വാസകരമായ തീരുമാനമാണെന്നുമാണ്. ഹിസ്ബുള്ള അടക്കം പക്ഷെ ധാരണ ലംഘിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് സ്വയം ആക്രമണം നടത്താൻ, ഹിസ്ബുള്ളയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്താനുള്ള അവകാശമുണ്ടെന്നും ജോ ബൈഡൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ള ധാരണ ലംഘിച്ചാൽ ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയ കാര്യമാണ്. ലെബനനിലേക്ക് കടന്നാക്രമിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ ധാരണ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ്, ഈ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം. US തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ആഴ്ചയാണ് വൈറ്റ് ഹൌസ് പ്രതിനിധി എമസ് ഹോക്സ്റ്റൈൻ ലെബനനും ഇസ്രായേലും സന്ദർശിച്ചിരുന്നു. ലെബനനിൽ നിന്ന്
ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാനും ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ 2006 UN രക്ഷാസമിതി പ്രമേയം അനുസരിച്ചുള്ള സമാധാന സേനയുടെ കാവൽ തുടരാനുമാണ് US നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇത് താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമികമായി ഒരു 60 ദിവസത്തെ കരാറിൽ ഏർപ്പെടാം എന്നുള്ള തരത്തിലാണ് ഇസ്രായേൽ ഈ ഒരു ആശയത്തെ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറണം, 60 ദിവസത്തേക്ക് മേഖലയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ലബനൻ സൈന്യം ഏറ്റെടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധന. 2006 യുദ്ധം അവസാനിപ്പിക്കാനുണ്ടാക്കിയ UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 1701 ഈ കരാറിലും ബാധകമാണ്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള 30 കിലോമീറ്റർ ദൂരത്തേക്ക് പിന്മാറണമെന്നും കരാറിൽ പറയുന്നു. നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ US-ന്റെ അധ്യക്ഷതയിൽ ഫ്രാൻസ് അടക്കമുള്ള പഞ്ചരാഷ്ട്ര കമ്മിറ്റി രൂപീകരിക്കും എന്നുള്ളതാണ് ഈ ധാരണയിലെ പ്രധാനപ്പെട്ട വരികൾ. പക്ഷേ ഈ ധാരണ പ്രാബല്യത്തിൽ വന്നു, ഇന്ന് രാവിലെ 4 മണി മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ള ജോ ബൈഡന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ലെബനനിലേക്ക് ഇസ്രായേലിന്റെ ഒരു ആക്രമണം നടന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ആ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വരേണ്ടതേ ഉള്ളൂ. എൽദോ ആര്യാദേവനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ വരികയാണ്. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നും സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും കുടുംബം പറയുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘം കേസിൽ ഉൾപ്പെട്ട CPI നേതാവ് PPA ദിവ്യയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഹർജിയിൽ പറയുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഡാനി പോൾ നൽകും വിവരങ്ങൾ. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ വളരെ നിർണായകമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മാത്രമല്ല സംസ്ഥാന സർക്കാരിന് പോലും. കുടുംബം ഇത്തരത്തിലൊരു കോടതിയിൽ ഇങ്ങനൊരു ഹർജി നൽകുക തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്നു. പ്രത്യേകിച്ചും അതിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയതിലെ സംശയങ്ങൾ മാത്രമല്ല വേണ്ടതുപോലെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഹർജിയിൽ. അപ്പോൾ കോടതിയിലെ പരിഗണനയിലേക്ക് ആ ഹർജി വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഡാനി? ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്ന് കോടതിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബം ആരോപിച്ച കാര്യങ്ങൾ, ഈ കുടുംബം ഹർജിയിൽ പറയുന്ന പ്രത്യേകിച്ച് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളുണ്ട്. അത് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെയാണ്. അതിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം അതിനെ മുഴുവനായി തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ സംസ്ഥാന സർക്കാർ എന്തു മറുപടി നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന്ന് കോടതിയിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ളൊരു നിലപാട് അതെന്താണ് എന്നതാണ് ഇന്ന് അറിയേണ്ടത്. പ്രത്യേകിച്ച് കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങളിൽ ഗുരുതര സ്വഭാവമുള്ളത് നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന് വരെ അവർ സംശയിക്കുന്നുണ്ട്. അവർ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ അത് പറയുന്നുണ്ട്. ഇത് പരിശോധിക്കപ്പെട്ടുള്ള അത് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല. ഈ യാത്രയപ്പ് യോഗത്തിന് ശേഷം ചിലർ നവീൻ ബാബുവിനെ കാണുവാൻ വേണ്ടി എത്തിയിരുന്നു. ഇത് ആരെന്ന് അന്വേഷിച്ചില്ല. ഈ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം, അതിന് പിന്നിൽ എന്താണ്, അത്തരം വസ്തുതകൾ സംബന്ധിയായ കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല. അതുമാത്രവുമല്ല CPM നേതാവ് പ്രതിയായ ഒരു കേസിൽ കൃത്യമായ രീതിയിലുള്ളൊരു നീതി നിർവഹണം ഉണ്ടാകുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതും വളരെ ഗുരുതരമായ പരാമർശങ്ങൾ തന്നെയാണ് അതിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. മാത്രമല്ല ഇൻക്വസ്റ്റ് നടപടികൾ അത് വളരെ വേഗത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇവർ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം, അവരോട് അടുപ്പമുള്ളവരുടെ സാന്നിധ്യം അത് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അതൊന്നും അവിടെ ഉണ്ടായില്ല. അത്തരം ചട്ടങ്ങൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല. അതില്ലാതെ തന്നെയാണ് വളരെ വേഗത്തിൽ ഇത് നടത്തി കൂട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിയാണ് തങ്ങൾ വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഒരർത്ഥത്തിൽ അവർ പറയുന്നത് തന്നെ സംസ്ഥാന സർക്കാരിൽ തന്നെയാണ് ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ
സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ഒരു CBI അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ അന്വേഷണത്തിന് അനുകൂലമായിട്ട് സർക്കാർ ഈ കോടതിയിൽ നിൽക്കുമോ, എന്താണ് സർക്കാരിൻ്റെ ഒരു നിലപാട് എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം, ഇത് രാഷ്ട്രീയമായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ്. പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാരിനെ തന്നെ അത് വളരെ പ്രതികൂലമായി പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ കേസ് വരികയും ചെയ്തതാണ്. ഇങ്ങനെയൊരു കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുന്നോട്ട് വരുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ്. അത് എന്ത് പറഞ്ഞാലും അതിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ ഇന്ന് തീർച്ചയായും തന്നെ കോടതി ആരായുക. ഈ കാര്യത്തിൽ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ്. നമുക്കറിയാം, PP ദേവിക്കടക്കം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി അത്തരം കാര്യങ്ങൾ കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരും. എന്തടിസ്ഥാനത്തിൽ ഏത് കാരണങ്ങൾ ചൊല്ലി ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, നിലവിൽ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നതെല്ലാം തന്നെ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യും. അതിൽ എന്താണ് ഇനി കോടതി പറയുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ശ്രദ്ധിക്കുക. കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് വരും. ഇനി ഒരുപക്ഷെ മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ വിധിയടക്കമുള്ള കാര്യങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിലായിരിക്കും. എന്തായാലും കോടതിയിൽ ഇന്ന് സർക്കാർ എന്ത് മറുപടി നൽകുന്നു എന്നതാണ് അറിയേണ്ടത്. എന്തായാലും കോടതിയിൽ ഈ കേസ് വരികയാണ്. ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മഞ്ജുഷ, നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ഹർജി അത് കോടതി ഇത് പരിഗണിക്കും. വളരെ നിർണായകമാണ് അന്വേഷണ സംഘത്തിനും. ഒപ്പം CPM പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതാണ് കുടുംബത്തിന്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി ഇതിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളതുകൂടി ഓർത്തു വയ്ക്കുക. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. മറ്റൊന്നുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളും ഇന്ന് ഹൈക്കോടതിയിലുണ്ട്. പ്രത്യേക ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഇതുവരെ 26 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്വേഷണ പുരോഗതി അന്വേഷണ സംഘം കോടതിയിൽ നൽകും. ഡാനി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബന്ധപ്പെട്ടുമായിട്ടുള്ള ഹർജികൾ ഇന്ന് കോടതിയിൽ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പരിഗണിക്കുക? എൽദോ, ഇതുവരെ ഈ അന്വേഷണ സംഘം അത് വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറയുന്ന പോലെ തന്നെ 26 കേസോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിലുള്ള നടപടികൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ കേസുകളടക്കം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ കേസിലെ തുടർ നടപടികൾ എന്താണ് എന്നതാണ്. നമുക്കറിയാം, പലരും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം കിട്ടുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. നടൻ മുകേഷ് അടക്കമുള്ളവർ, മറ്റ് നടന്മാരടക്കമുള്ളവർക്കെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ജാമ്യം കിട്ടിയിട്ടുണ്ട്. സുപ്രീം കോടതിയാണ് സിദ്ദിഖിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം നടൻ ബാബുരാജിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്, ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് കോടതി നടപടികൾ, അതിൻ്റെ ഒരു വ്യവഹാരങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. നടൻ മണിയമ്പിള്ള രാജുവിനെതിരെ കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തു. പീരുമേട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ വിവിധങ്ങളായ പോലീസ് സ്റ്റേഷനുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിലുള്ള വിശദാംശങ്ങൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം വിശദമാക്കുകയും ചെയ്യും. കേസിലെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ചിലയിടങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പലരും തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം നേടുന്ന ഒരു സ്ഥിതിയെല്ലാം തന്നെ നിലവിലുണ്ട്. അതിന് പ്രധാനമാകുന്നത് ഇതിൽ പലരും തന്നെ പരാതി ഉന്നയിക്കുന്നത് നാളുകൾക്ക് ശേഷമാണ് പരാതി ഉന്നയിക്കുന്നത് എന്നതാണ്. സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് അനുകൂലമായ ഒരു സാഹചര്യം അത് തന്നെയായിരുന്നു. കാരണം ഇത് വളരെ വൈകി ഉയർന്ന പരാതി മാത്രമാണ് എന്നത് അടക്കമുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം നിരീക്ഷണങ്ങൾ തന്നെയാണ് ബാബുരാജിൻ്റെ കേസ് വരുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി നടത്തിയതും അത് തന്നെയാണ്. കാരണം ആ സമയത്തായിരുന്നില്ല ഈ പരാതിയുമായി മുന്നോട്ട് വന്നത്. പിന്നെയും നാളുകളെടുത്ത ശേഷമാണ് പരാതി ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്നതാണ്. അങ്ങനെ ഇത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് പലയിടങ്ങളിലും ഈ ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങിയത്. അതിനിടയിൽ ആലുവയിൽ പരാതി നൽകിയ നടി, അവർ ഒരു ഘട്ടത്തിൽ ഈ പരാതിയിൽ നിന്നെല്ലാം തന്നെ പിന്മാറുന്നതായി അവർ പറഞ്ഞിരുന്നു. അവർക്ക് എതിരായി ഉയർന്ന പോക്സോ കേസ് ഉണ്ടായിരുന്നു. അതിൽ വേണ്ടത്ര രീതിയിലുള്ളൊരു പിന്തുണ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല. താൻ അതിൽ പരാതി നൽകിയിട്ടും വലിയ രീതിയിലൊരു അന്വേഷണം അക്കാര്യത്തിൽ നടക്കുന്നില്ല, തന്നെ മാത്രം ഇതിലേക്ക് വലിച്ചഴിക്കുന്ന പോലെയാണ് എന്ന് അവർ ഒരു ദിവസം അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും എന്നാൽ പിറ്റേ ദിവസം തന്നെ അവരത് പിൻവലിക്കുകയും ചെയ്തു. കുടുംബം തനിക്കൊപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ താൻ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതടക്കം അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
നിലവിലെ പോലീസ് സ്റ്റേഷനിലുള്ള നടപടികൾ, അറസ്റ്റ്, അതോടൊപ്പം തന്നെ ജാമ്യം നേടുന്ന അവസ്ഥ, ഒപ്പം അന്വേഷണം തുടരുന്നു എന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തെളിവ് വീണ്ടെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ നാളുകൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളായതിനാൽ ഈ തെളിവിലേക്ക് എത്തുക എന്നത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. തെളിവുകൾ അനിവാര്യവുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള മുന്നോട്ട് പോക്ക് എന്താണ് എന്നത് സംബന്ധിയായ കാര്യങ്ങൾ, വസ്തുതാപരമായ ഒരു വിശദീകരണവും കാര്യങ്ങളുമെല്ലാം കോടതിക്ക് മുൻപാകെ ഈ കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ സംഘം സമർപ്പിക്കും. നിലവിലെ ഇതുവരെയുള്ള റിപ്പോർട്ട് തന്നെയായിരിക്കും അന്വേഷണ സംഘം കോടതിക്ക് മുൻപാകെ കൊണ്ടുവരുന്നത്. എൽദോ, ഈ പരാതിക്കാരിയുടെ നേരത്തെയുള്ള പിന്മാറ്റം, അതിൽ സർക്കാർ പോലും അതിൽ ഒരു വേണ്ടത്ര പിന്തുണ നൽകുന്നില്ല എന്നുള്ള തരത്തിൽ മാധ്യമങ്ങൾക്കെതിരെയും ഉണ്ടായിരുന്ന വിമർശനം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ പരാമർശമായി വരാനുള്ള സാധ്യതയുണ്ടോ റാനി? സ്വാഭാവികമായും അത് പരാമർശ വിധേയമാകാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു പരിധിവരെയെങ്കിലും. കാരണം ഇത് അവരൊരു ഘട്ടത്തിൽ പറഞ്ഞതാണ്, ഒരു കേസിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ ഉയർത്തിയ കാര്യങ്ങളാണ്. അതൊരു പക്ഷേ അന്വേഷണ സംഘം അത്തരം സാഹചര്യം കോടതിക്ക് മുൻപാകെ വിശദീകരിക്കാനുള്ള ഒരു നേരിയ സാധ്യതയുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? കാരണം അത് അന്വേഷണ സംഘത്തെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അവർ ഉയർത്തിയത്. ഏതെങ്കിലും രീതിയിൽ അത് പരാമർശ വിധേയം, കോടതി അതിൽ ഏതെങ്കിലും രീതിയിൽ അതിൽ ചോദ്യമായി ഉന്നയിക്കുന്നു എന്നതാണ് നമ്മളതിൽ നോക്കുന്നത്. കാരണം അവർ ഉയർത്തിയ ഒരു കാര്യം പ്രധാനപ്പെട്ടത്, അവർക്കെതിരെ ഒരു കേസ് ഉയർന്നു വന്നു, അവർക്കെതിരെ ഒരു പോക്സോ കേസ് ഉയർന്നു വരികയും ചെയ്തു. അതിൽ കൃത്യമായ ഗൂഢാലോചനകൾ അതിൽ ഉണ്ട് എന്നവർ പറയുന്നു. തന്നെ ഈ കേസിൽ കുടുക്കുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എന്നാൽ അതിൽ വേണ്ട രീതിയിലുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നില്ല. ആരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ ഉന്നയിച്ചൊരു പരാതിയിൽ പോലും കൃത്യമായ രീതിയിലുള്ളൊരു അന്വേഷണം ഈ പോക്സോ കേസ് സംബന്ധിയായ കാര്യം എന്താണ് നടന്നത് എന്ന സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നില്ല എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അത് കോടതിക്ക് മുൻപാകെ ബോധിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിലൂടെ തന്നെ കോടതിയിൽ അത് പറഞ്ഞ് പരാമർശിച്ചു പോകും. റൈറ്റ്, ഡാനി പോലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായിട്ടുള്ള ചില കേസുകൾ, നിർണായകമായിട്ടുള്ള വിവരങ്ങൾ വരാനുണ്ട് വരും മണിക്കൂറുകൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ നവീൻ ബാബു ADM അദ്ദേഹത്തിന്റെ മരണത്തിൽ കുടുംബം നൽകിയ ഹർജി, ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സാഹചര്യത്തിലുള്ള ഹർജികൾ ഡാനി ഇപ്പോൾ തന്നെ വിവരങ്ങൾ നൽകുകയും ചെയ്യും. മറ്റു വാർത്തകളിലേക്ക് പോയാൽ, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാവുമെന്നാണ് മുന്നറിയിപ്പ്. തമിഴ്നാട്ടിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് 11 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് സജയൻ ചേരുന്നുണ്ട്. സജയൻ, എന്താണ് നിലവിലത്തെ അവിടുത്തെ ഒരു സാഹചര്യം? ഈ നമ്മുടെ കന്യാകുമാരി ജില്ലയിലൊക്കെ കാര്യമായി തന്നെ മഴ പെയ്യുന്നുണ്ടോ? തീർച്ചയായും. അതായത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് തമിഴ്നാട്ടിന്റെ പല ഭാഗത്തും തീവ്ര മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്, അതേപോലെ ചുഴലിക്കാറ്റായി മാറുമെന്ന ഒരു മുന്നറിയിപ്പിന്റെ ഒരു പ്രതിധ്വനിയായിട്ടാണ് തമിഴ്നാട്ടിന്റെ പല ജില്ലകളിലും ഇപ്പോൾ മഴ പെയ്തു വരികയാണ്. കുറിപ്പായി പോണ്ടിച്ചേരിയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം അവധി നൽകിയിട്ടുണ്ട്. അതേപോലെ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ, വിഴുപ്പുരം, തിരുവാരൂർ, തഞ്ചാവൂർ, നാഗപട്ടണം, മയിലാടുതുറൈ, കടലൂർ, തിരുച്ചി, രാമനാഥപുരം ഇതുപോലുള്ള ജില്ലകളിൽ സ്കൂൾ കോളേജുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അതേപോലെ ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പട്ട്, പുതുക്കോട്ടൈ, ശിവഗംഗൈ, അരിയല്ലൂർ എന്നീ ജില്ലകളിൽ സ്കൂളുകൾക്ക് മാത്രവും അവധി നൽകിയിട്ടുണ്ട്. ചെന്നൈയിൽ ഇന്നലെ 9 സെന്റിമീറ്റർ മഴയും അതേപോലെ വേദാരണ്യത്ത് 13 സെന്റിമീറ്ററും മഴയാണ് പെയ്തത്. ഈ ജില്ലകളിൽ ഇന്നും കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിതീവ്ര ജാഗ്രത ജില്ലാ ഭരണകൂടം പുലർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്നലെ തന്നെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ കളക്ടർമാർ നേരിട്ട് ചെന്ന് ഇവിടെ ബാധിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ചെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ ജാഗ്രത അടിസ്ഥാനത്തിൽ പല ജില്ലകളിലും മുൻകരുതൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശക്തമായ മഴ ഈ മേലെ ഉൾപ്പെട്ട ജില്ലകളിൽ ഒക്കെ തന്നെ പെയ്തു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ 11 ജില്ലകളിൽ ഇന്ന് സ്കൂൾ കോളേജുകൾക്കും 6 ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്ക് മാത്രവും അവധി നൽകിയിട്ടുണ്ട്. അതേപോലെ പോണ്ടിച്ചേരിയിലും ശക്തമായ മഴ പെയ്തു വരുന്നതിനാൽ പോണ്ടിച്ചേരിയിൽ സ്കൂൾ കോളേജുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. റൈറ്റ്, സജ്ജയനാണ് വിവരങ്ങൾ നൽകിയത് കന്യാകുമാരിയിൽ നിന്ന്. അവിടെ 11 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വളരെ ഗൗരവത്തോടുകൂടി കരുതലോടുകൂടി തന്നെയാണ് അതിനെ നേരിടുന്നതും. ദാന ചുഴലിക്കാറ്റിന് പിന്നാലെ അടുത്ത വലിയ ചുഴലിക്കാറ്റായി ഫെങ്കൽ. തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും വലിയ മുന്നറിയിപ്പാണ്
കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുള്ളത്. എന്താണ് ഫെങ്കൽ, എപ്പോൾ കരതൊടും? നോക്കാം വിശദമായി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ ആശങ്കകൾക്ക് കാരണം. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതോടെയാണ് മുന്നറിയിപ്പുമായി IMD എത്തിയത്. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ഇന്ന് ശ്രീലങ്ക തീരം വഴി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് IMD മുന്നറിയിപ്പ്. സൗദി അറേബ്യയാണ് ഫെങ്കൽ എന്ന് ഈ കൊടുങ്കാറ്റിന് പേരിട്ടിരിക്കുന്നത്. ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലായിട്ടാവും ഈ ചുഴലിക്കാറ്റ് തീരം തൊടുക. തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് ജില്ലകളിൽ 4 ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്നും നാളെയും തമിഴ്നാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പുണ്ട്. ദാന ചുഴലിക്കാറ്റായിരുന്നു സീസണിലെ ആദ്യത്തെ കൊടുങ്കാറ്റ്. ഒക്ടോബറിൽ ദാന ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിനടുത്തുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയ നാശനഷ്ടം ചെറുതൊന്നുമല്ല. നവംബർ 21-ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് തെക്ക് ആൻഡമാൻ കടലിന് മുകളിലായാണ് ഫെങ്കല് രൂപം കൊണ്ടത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾ സാധാരണയായി വടക്കൻ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലേക്കാണ് നീങ്ങാറ്. ഫെങ്കൽ ഈ സീസണിലെ 2ാമത്തെ ചുഴലിക്കാറ്റായിരിക്കും. ഐഷത്തുൽ ഷംനിയാണ് ഫെങ്കലിന്റെ വിവരങ്ങൾ കൂടുതലായി പങ്കുവച്ചത്. നമുക്ക് നോക്കാം ശബരിമലയിൽ നിന്ന് വാർത്തകളിലേക്ക്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഇന്ന് 12 വിളക്കാണ്. തീർത്ഥാടനം 12 നാൾ പിന്നിടുന്ന ദിനത്തിൽ അയ്യപ്പ ദർശനത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 5 മണി വരെ 20,000 പേർ ദർശനം നടത്തിയെന്നാണ് കണക്ക്. 18ാം പടിയിലെ ഫോട്ടോഷൂട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ഇന്ന് റിപ്പോർട്ട് നൽകും. വിവരങ്ങൾ MS അനീഷ് കുമാർ നൽകും. അനീഷ്, ഈ 12 വിളക്ക്, ഇത് 12 വിളക്ക് സംബന്ധിച്ചുള്ള ഒരു തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ്? രാവിലെ മുതൽ വലിയ തിരക്കാണോ സന്നിധാനത്ത്? എൽദോ, 12 വിളക്ക് എന്ന് പറയുന്നത് പ്രത്യേക അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഇല്ലെങ്കിൽ പോലും തീർത്ഥാടനം 12 നാൾ പിന്നിടുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും ഈ മലയാളികളായ തീർത്ഥാടകർ വൃശ്ചികം 1-ന് മാലയിട്ടാൽ ഏതാണ്ട് 10 ദിവസം പൂജാ നടപടികൾ അല്ലെങ്കിൽ വ്രതം നിഷ്ഠ പൂർത്തിയാക്കിയാണ് പിന്നീട് സന്നിധാനത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അത്തരം ഒരു രീതി എന്ന കണക്കിലാണ് ഈ 12 വിളക്ക് ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 12 വിളക്കുമായി ബന്ധപ്പെട്ട് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. എന്തായാലും കൂടുതൽ മലയാളി തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങുന്ന ദിനം 12 വിളക്ക് ദിനമാണ്. സാധാരണഗതിയിൽ വലിയ തിരക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരുപാട് ഭക്തർ കഴിഞ്ഞ തവണ മടങ്ങിപ്പോകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത് 12 വിളക്കിന് ശേഷമുള്ള തിരക്കിലായിരുന്നു. എന്തായാലും പതിവ് പോലെ തന്നെ ഇത്തവണയും വലിയ ഭക്തജന തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ കണക്ക് ലഭിക്കുമ്പോൾ 30,000-ലധികം തീർത്ഥാടകരാണ് ഇപ്പോൾ സന്നിധാനത്ത് രാവിലെ ഏതാണ്ട് 7 മണിക്കുള്ളിൽ എത്തിയിരിക്കുന്നതെന്നാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ വലിയ ഭക്തജന പ്രവാഹം സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും 70,000-ലധികം ആളുകൾ സന്നിധാനത്തേക്ക് എത്തി അയ്യപ്പനെ കണ്ട് ദർശിച്ച് മടങ്ങുന്നു. പക്ഷേ ഇത്രയധികം ആളുകൾ എത്തുമ്പോഴും സുഗമമായ ദർശനം സാധ്യമാകുന്നു എന്നത് തന്നെയാണ് ഇത്തവണത്തെ പ്രത്യേകത. കാരണം വെർച്വൽ ക്യൂ വഴി നിശ്ചിത രീതിയിൽ തന്നെയാണ് തീർത്ഥാടകർ എത്തുന്നത്. ഒപ്പം പമ്പയിലും സന്നിധാനത്തും എരുമേലിയിലുമൊക്കെ, പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലുമൊക്കെ ഈ തത്സമയ സ്പോട്ട് ബുക്കിംഗ് സംവിധാനവുമുണ്ട്. അതുകൊണ്ട് ആളുകളുടെ എണ്ണം കൃത്യമായി അറിയാൻ ബോർഡിന് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോലീസിന് സാധിക്കുന്നുണ്ട്. ഇതിനനുസരിച്ചുള്ള തിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. ഒപ്പം 18ാം പടിയിൽ 1 മിനിറ്റിൽ ഏതാണ്ട് 80-ലധികം ആളുകളെയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 18ാം പടിയിലൂടെ എത്ര വേഗത്തിൽ ഭക്തരെ കടത്തിവിടുന്നു അതിന് അനുസൃതമായിരിക്കും ഈ തിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ. എന്തായാലും അക്കാര്യങ്ങളൊക്കെ വളരെ ഫലപ്രദമായി തന്നെ ഈ ഘട്ടം വരെ നീങ്ങുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. ഒപ്പം എല്ലാ വർഷങ്ങളിലും നമുക്കറിയാം സന്നിധാനത്ത് തീർത്ഥാടനത്തിനൊപ്പം ചില വിവാദങ്ങളും ഉണ്ടാവാറുണ്ട്. അത്തരമൊരു വിവാദമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 18ാം പടിയുടെ പിന്തിരിഞ്ഞു നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും ഈ 18ാം പടി ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ആദ്യ ഘട്ടത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോഷൂട്ട് നടത്തിയതാണ് വിവാദത്തിലായിരിക്കുന്നത്. എന്തായാലും അതിനെതിരെ ഹിന്ദു സംഘടനകളടക്കം ഈ പരാമർശങ്ങളുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം, സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യം. ഇത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ADGP ഇതേക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം
ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഈ സന്നിധാനത്ത് ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നു അല്ലെങ്കിൽ മൊബൈലിലും ക്യാമറയൊക്കെ ഉപയോഗിച്ച് അനധികൃതമായി ചിത്രങ്ങൾ ചിത്രീകരിക്കുന്നത് നേരത്തെ തന്നെ കോടതി തടഞ്ഞിരുന്നു. പക്ഷേ ഈ വിലക്ക് ലംഘിച്ചും നിരവധി ആളുകൾ ഫോട്ടോ എടുക്കുന്നു എന്നത് ഈ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്പെഷ്യൽ ഓഫീസറോട് ഈ സംബന്ധിച്ച റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഒപ്പം ഈ ശരണപാതയിലും സന്നിധാനത്തുമൊക്കെ ചില കടകളിൽ അമിതമായി നിരക്ക് ഈടാക്കുന്നു എന്നടക്കമുള്ള ചില പരാതികൾ വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഹൈക്കോടതിക്കും ദേവസ്വം ബോർഡിനും നൽകും. ഒപ്പം ഈ എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ വേണം, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു അനുചിതമായ നടപടി എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആംഡ് ബറ്റാലിയൻ എന്നുള്ള പോലീസുകാരാണ് ആദ്യഘട്ടം കഴിഞ്ഞു പോയത്. നമുക്കറിയാം അങ്ങേയറ്റം ദുഷ്കരമായ ഒരു കൃത്യമാണ് ഈ 18-ാം പടിയിൽ നിന്നും ഭക്തരെ മുകളിലേക്ക് എത്തിക്കുക എന്നത്. അത്തരത്തിൽ ഫലപ്രദമായി ആ സുരക്ഷാ നിയന്ത്രണ സംവിധാനങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നതിന്റെ സന്തോഷത്തിലാണ് പോലീസുകാരെടുത്തത്. പക്ഷേ അതൊരു മോശം സന്ദേശമാണ് പുറത്തേക്ക് നൽകുക എന്നൊരു വിലയിരുത്തലുമുണ്ട്. എന്തായാലും ഈ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ADGPക്ക് നൽകും. എൽദോ റൈറ്റ്. ശബരിമലയിൽ നിന്ന് 12 വിളക്കാണ്. രാവിലെ മുതൽ തന്നെ നല്ല തിരക്കുണ്ട്. തീർത്ഥാടന കാലം അത് 12-ാം ദിവസത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷത്തിൽ നിറവിലാണ് ശബരിമല സന്നിധാനത്തു നിന്നും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മറ്റു വാർത്തകൾ നോക്കിയാൽ പന്തീരാങ്കാവ് പീഡനക്കേസ് പ്രതി രാഹുലിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകിയേക്കും. മറ്റന്നാൾ കേസ് വീണ്ടും കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട്. രാഹുലിനൊപ്പം കഴിയാൻ താല്പര്യമില്ലെന്ന് അറിയിച്ച പെൺകുട്ടി മാതാപിതാക്കൾക്കൊപ്പം പറവൂരിലെ വീട്ടിലേക്ക് മടങ്ങി. കറിയിൽ ഉപ്പും പുളിയുമില്ല എന്ന് പറഞ്ഞായിരുന്നു യുവതിക്ക് മർദ്ദനമേറ്റത്. സിനിമാ കഥയെ വെല്ലുന്ന വഴിത്തിരിവുകളായിട്ടായിരുന്നു പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് അത് പുരോഗമിച്ചത്. ക്ലൈമാക്സിൽ ഇരുവരും വീണ്ടും ഒന്നിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം മീൻകറിയിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിൽ നിന്ന് മർദ്ദനം നേരിട്ട യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്ന് യുവതി പോലീസിൽ ഗാർഹിക പീഡനത്തിന് വീണ്ടും പരാതി നൽകി. അതേസമയം പാലാഴിയിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നോക്കാം പന്തീരാങ്കാവിലെ നാൾ വഴികൾ. 2024 മെയ് 5-നായിരുന്നു ഗുരുവായൂരിൽ വെച്ച് രാഹുലും പരാതിക്കാരിയായ യുവതിയും തമ്മിലുള്ള വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം യുവതിയുടെ ബന്ധുക്കൾ വിരുന്നിനെത്തിയപ്പോഴാണ് പീഡന വിവരം അറിയുന്നത്. പറവൂർ സ്വദേശിയായ യുവതിയെ പന്തീരാങ്കാവിലെ ഭർത്തൃവീട്ടിൽ വെച്ച് ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചെന്നായിരുന്നു പരാതി. കഴുത്തിലടക്കമുള്ള പരിക്കുകളെപ്പറ്റി വീട്ടുകാർ അന്വേഷിച്ചതോടെയാണ് യുവതി മർദ്ദന വിവരം വീട്ടുകാരോട് പറയുന്നത്. തുടർന്ന് യുവതിയും കുടുംബവും പോലീസിൽ പരാതി നൽകി. മദ്യലഹരിയിൽ രാഹുൽ മർദ്ദിച്ചെന്നും മൊബൈൽ ചാർജറിന്റെ കേബിൾ കഴുത്തിലിട്ട് മുറുക്കിയെന്നുമായിരുന്നു യുവതി അന്ന് നൽകിയ മൊഴി. രാഹുലിന്റെ കുടുംബം തുടക്കം മുതലേ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു. പരാതി ലഭിച്ചിട്ടും അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് പന്തീരാങ്കാവ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സരീനെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക പോലീസ് അന്വേഷണത്തിനിടെ വിദേശത്തേക്ക് കടന്നുകളഞ്ഞ രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്തിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്ത സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിനും സസ്പെൻഷൻ നേരിടേണ്ടി വന്നു. സ്ത്രീധന ആരോപണങ്ങൾ നിഷേധിച്ച രാഹുൽ പിന്നീട് ഗാർഹിക പീഡനം നടന്നതായി സമ്മതിക്കുകയായിരുന്നു. പരാതിക്കാരിയുടെ ഫോണിലെ മെസ്സേജുകളും കോളുകളുമാണ് ആക്രമണത്തിന് കാരണമെന്നായിരുന്നു രാഹുലിന്റെ വിശദീകരണം. എന്നാൽ ജൂൺ 24-ന് കഥ മാറിമറിഞ്ഞു. തന്റെ പരാതിയിൽ കഴമ്പില്ല എന്നും മാതാപിതാക്കന്മാരുടെയും കുടുംബത്തിന്റെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് പരാതി നൽകിയതെന്നും യുവതി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ വെളിപ്പെടുത്തി. വീഡിയോ പുറത്തു വന്നതോടെ തനിക്ക് കുടുംബത്തിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് അറിയിച്ച യുവതിയെ പിന്നീട് കാണാതായി. പിന്നാലെ മകളെ കാണാനില്ലെന്ന് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് യുവതി തന്നെ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ രാഹുൽ കേസ് ഒത്തുതീർപ്പാക്കാനായി ഹൈക്കോടതിയെ സമീപിച്ചു. പിന്നാലെ ഇരുവർക്കും കോടതി കൗൺസിലിംഗ് നിർദ്ദേശിച്ചു. ശേഷം യുവതി പരാതി പിൻവലിക്കുകയും ഒക്ടോബർ 25-ന് കോടതി കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. ഇതോടെ ഇരുവരും വീണ്ടും ഒരുമിച്ച് ജീവിതം തുടർന്നു. ഇന്നലെയാണ് കഥയിലെ അടുത്ത വഴിത്തിരിവ്. 1.5 മാസത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷം വീണ്ടും യുവതി പീഡന പരാതി ഉന്നയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മീൻകറിയിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ രാത്രി ഭർത്താവിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്ന് പോലീസ് മൊഴിയെടുത്തപ്പോൾ മർദ്ദനത്തിൽ പരാതിയില്ലെന്നാണ് ആദ്യം യുവതി പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് മാതാപിതാക്കൾ എത്തിയതോടെ പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. 1.5 മാസത്തിനിടയിൽ നിരവധി തവണ മകളെ രാഹുൽ മർദ്ദിച്ചതായും വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും അനുവാദമില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. അതിനിടെ
ആശുപത്രിയിൽ നിന്ന് മുങ്ങിയ രാഹുലിനെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് പാലാഴിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഭാര്യയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ വധശ്രമം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. യുവതി മാതാപിതാക്കളോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോയി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭദ്രനാകാവ് ഗാർഹിക പീഡന കേസിൽ ആദ്യം അത് ഒത്തുതീർപ്പായതാണ്. ഒത്തുതീർപ്പായ ശേഷമാണ് വീണ്ടും ഇപ്പോൾ കറിയിൽ ഉപ്പും പുളിയും ഇല്ല എന്നുള്ള പേരിൽ വീണ്ടും മർദ്ദനം ഉണ്ടാകുകയും ചികിത്സ തേടിയപ്പോൾ മുക്കിനുൾപ്പെടെ മുഖത്ത് പരിക്കേൽക്കുകയും വീണ്ടും കുടുംബാംഗങ്ങൾ അവരുടെ പെൺകുട്ടിയുടെ വീട്ടുകാരെത്തി ഇത്തരത്തിലൊരു പരാതി നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്ത് അതിൻ്റെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതുകയും വേണം. മറ്റു വാർത്തയിലേക്ക് പോയാൽ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതി ഒളിവിലാണ്. മെഡിക്കൽ കോളേജിലെ സർജനായിട്ടുള്ള സെർബിൻ മുഹമ്മദിനെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജൂനിയർ ഡോക്ടറെ സർജൻ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. 1 മാസം മുൻപാണ് സംഭവം. വിനീഷ് ചേരുന്നു. വിനീഷ്, വലിയ തോതിൽ ചർച്ചയായതാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസ്. പ്രതിയെ ഇതുവരെയും കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നു. ഈ അന്വേഷണത്തെ പറ്റി എന്താണ് പരാതിക്കാർ പറയുന്നത്? ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഇത് സംഭവം ഉണ്ടായിരിക്കുന്നത് കൊല്ലം പാരിപ്പള്ളിയിലെ മെഡിക്കൽ കോളേജിലാണ്. അതിൽ വനിതാ ഡോക്ടറാണ് ഒരു പീഡന പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സംഭവത്തിൽ അവിടുത്തെ സർജനായ സെർബൻ മുഹമ്മദിനെതിരെയാണ് പരാതി നൽകിയത്. ഈ സെർബിൻ മുഹമ്മദ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. പാരിപ്പള്ളി പോലീസ് ഡോക്ടർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് ഈ സർജൻ മെഡിക്കൽ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായിട്ട് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. വകുപ്പ് തല അന്വേഷണം നടക്കുന്നത്, DMO തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആദ്യം ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളിനായിരുന്നു പരാതി ലഭിച്ചത്. ആ പരാതിയിന്മേലുള്ള അന്വേഷണത്തിൽ പീഡന ശ്രമം നടന്നതായിട്ട് ബോധ്യമായി. തുടർന്നാണ് പോലീസിൽ പരാതി ആകുന്നത്. ഇപ്പോൾ അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. റൈറ്റ്, അന്വേഷണം ഊർജിതമാണ്. പക്ഷെ നിലവിൽ പ്രതി ഒളിവിലാണ്. പ്രതിക്കായുള്ള അന്വേഷണം സർജൻ സെർബിൻ മുഹമ്മദ്, ഇയാൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നുവെന്ന് കുടുംബം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന ഹർജിയിൽ വിധി അടുത്ത മാസം 3-ന്. കുടുംബം നൽകിയ ഹർജിയിൽ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. പ്രതിയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കണമെന്ന് ആവശ്യം. സംസ്ഥാനത്ത് വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് വ്യാപക പണം തട്ടിപ്പ്. പരിചിത നമ്പറിൽ നിന്ന് 6 അക്ക ഡിജിറ്റൽ കോഡ് ചോദിച്ച് സന്ദേശം അയച്ചാണ് തട്ടിപ്പ്. ഹാക്കിംഗ് കണ്ടെത്തിയാലും വാട്സാപ്പ് അക്കൗണ്ട് വീണ്ടെടുക്കാനാകില്ല. നടപടിയെടുക്കാൻ വഴിയില്ലെന്നും ജാഗ്രത പുലർത്തണമെന്നും പോലീസ്. തൃശൂർ നാട്ടികയിൽ റോഡരികിൽ കിടന്നുറങ്ങിയ നാടോടി സംഘത്തിന് മേൽ ലോറി പാഞ്ഞു കയറി വൻ ദുരന്തം. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർ മരിച്ചു. 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം ഇന്ന് പുലർച്ചെ 4 മണിയോടെ. ലോറി ജീവനക്കാർ മദ്യപിച്ചിരുന്നതായും ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. പുന്നമടക്കായലിന് പകരം സീപ്ലെയിനിന് ഇറക്കാൻ ബദൽ നിർദ്ദേശവുമായി ശാസ്ത്രജ്ഞർ. പുറക്കാട്ടെ 600 ഏക്കർ വരുന്ന ഗാന്ധി വനം അനുയോജ്യമെന്ന് 6-അംഗ സമിതിയുടെ കണ്ടെത്തൽ. പദ്ധതി കിട്ടിയാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ന്യൂസ് 18നോട്. വീണ്ടും സ്വാഗതം. നമ്മൾ രാവിലെ ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. അതിഥി എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, നാളെ മുതൽ ന്യൂസ് 18 ദിയ
2024 പുരസ്കാര വിതരണ ചടങ്ങുകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ന്യൂസ് 18 സംപ്രേഷണം ചെയ്യും. വൈകിട്ട് 5 മണിക്ക് പുരസ്കാര ജേതാക്കളും അതിഥികളും വിശേഷങ്ങൾ പങ്കുവച്ച് റെഡ് കാർപ്പറ്റ് കാണാം. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പുരസ്കാര ജേതാക്കളുമായി നമ്മൾ നടത്തിയ ചിറ്റ്ചാറ്റ് കാണാം. ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകിട്ട് 4:30 മുതൽ പുരസ്കാരദാന ചടങ്ങ് ന്യൂസ് 18 കാണുകയും ചെയ്യാം. അപ്പോൾ അതാണ് ദിയ 2024 അവാർഡ്സിലെ വിജയിലേക്കാണ് നമ്മൾ പോകുന്നത്. ദിയ 2024 അവാർഡ്സിൽ നമ്മൾ നിരവധിയായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള അവാർഡുകൾ പരിഗണിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗ്രീൻ തമ്പ് അവാർഡ്. ഗ്രീൻ തമ്പ് അവാർഡ് ഇത്തവണ സ്വന്തമാക്കിയത് അത് മറ്റാരുമല്ല, ബിൻസീസ് ഫാമിലെ ബിൻസി ജെയിംസ് ആണ്. സ്വാഗതം ബിൻസി. സ്വാഗതം. ഗുഡ് മോർണിംഗ് ബിൻസി ചേച്ചി. അന്ന് നമ്മൾ വേദിയിൽ വെച്ച് കണ്ടതാണ്. പിന്നെ എന്താണ് ഇതവിടെ രാവിലെ തന്നെ ഇറങ്ങിയല്ലോ? അതെ അതെ, രാവിലെ തോട്ടത്തിലായിരുന്നു. അപ്പൊ നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു. അടിപൊളി, കൊള്ളാം, സൂപ്പർ. എന്താണ് രാവിലെ എന്താ കൃഷി എന്താണ്? ഇപ്പൊ നമ്മുടെ തക്കാളിയാണ് പുറകിൽ നിൽക്കുന്നേ. അപ്പൊ നമ്മൾ വള്ളിയിലാണ് ഇതുപോലെ കയറ്റി വിടുന്നത്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ വളരുന്നതിനനുസരിച്ച് മുകളിലേക്ക് കെട്ടിവിടണം. അപ്പൊ ആ പണി നടന്നുകൊണ്ടിരിക്കുക. എത്ര മണിക്ക് ഇറങ്ങി രാവിലെ? രാവിലെ ഒരു 6 ആയപ്പോ. 6 ആയപ്പോ ഇറങ്ങി. ഇതാണ് ഈ ബിൻസി ഫാമിനെ എന്തുകൊണ്ട് വ്യത്യസ്തയാക്കുന്നു എന്നുള്ളതിന് ഇപ്പൊ പ്രേക്ഷകർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി കിട്ടി. ഈ വളരെ രസകരമായിട്ട് കൃത്യമായ കാര്യങ്ങൾ അതേപടി മുന്നിലേക്ക് എത്തിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളില്, അല്ലെ? ആരാ പിന്നിൽ നിൽക്കുന്നത്? നമ്മുടെ ചേട്ടായി ആണോ? ജെയിംസ് ചേട്ടനാണോ? ജെയിംസ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖം തന്നെ? ഓർമ്മയുണ്ടോ? മറന്നോ ഞങ്ങളൊക്കെ? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പുരസ്കാര വേദിയിൽ എത്തിയതും അവിടെ നമ്മുടെ താരങ്ങൾക്കൊപ്പം ഒക്കെ സമയം ചെലവിട്ടതും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളുണ്ടായിരുന്നു, സിനിമാ താരങ്ങളുണ്ടായിരുന്നു, പിന്നെ പാവപ്പെട്ട ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? എൽദോ, ഞങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോ ഈ കൃഷിയിടത്തിൽ തന്നെയാണ് നമ്മളുടെ ജീവിതം എല്ലാം തന്നെ. പുറത്തോട്ട് അധികം യാത്രകളില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള പുരസ്കാരങ്ങൾ, ഇതൊരു വലിയ പുരസ്കാരമായിരുന്നു എന്നെ സംബന്ധിച്ച്, ഞങ്ങളെ ബിൻസീസ് ഫാമിനെ സംബന്ധിച്ച്. മാത്രമല്ല ഇതുപോലെ പുറത്തേക്ക് വരാനും എല്ലാവരെയും നമ്മൾ ആരാധനയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ, നിങ്ങളെയൊക്കെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലേ നമ്മളെപ്പോലുള്ള കൃഷിക്കാരെ സംബന്ധിച്ച്? ഉറപ്പായും അതിനേക്കാൾ ഉപരി നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത്. കാരണം രണ്ടുപേരുടെയും സംസാരത്തിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയൊരു ഊർജ്ജം ഭയങ്കരമായിരുന്നു. താങ്ക് യു. അപ്പൊ എങ്ങനെയാ ഇപ്പൊ എന്തൊക്കെയാ തക്കാളി വേറെ എന്തൊക്കെയാ കൃഷിയുള്ള അവിടെ? മുകളിൽ ക്യാബേജ് ഉണ്ട്. നമ്മുടെ പുതിയ സ്ഥലമാണ്. നമ്മൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു സ്ഥലം, ഇത്ര നാള് നമ്മൾ പാട്ടത്തിനടുത്ത് ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇത് നമ്മളുടെ സ്വന്തം സ്ഥലം, നമ്മളുടെ സ്വന്തം. അപ്പൊ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 60-70% ഒക്കെ ആയി കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. ക്യാബേജ് ഉണ്ട്. നമ്മളുടെ കൃഷി എന്ന് പറയുന്നത് എപ്പോഴും ശീതകാല വിളകളാണ് കൂടുതലും. അതായത് നമ്മളിപ്പോ ഇവിടെ കൃഷി ചെയ്ത് നമ്മൾ പുറത്തേക്കൊക്കെ അല്ലേ കൊടുക്കുന്നത്, കാഞ്ഞിരപ്പള്ളി, എറണാകുളം അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ വിളയാത്ത പച്ചക്കറികള്, നമ്മുടെ നാട്ടിൽ വിളയുന്ന പച്ചക്കറികള്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, പിന്നെ കെയില്, വിദേശ ഇനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. വിദേശ ഇനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കെയിൽ പോലുള്ള ചീരകള്, പിന്നെ ചൈനീസ് ക്യാബേജ്, അങ്ങനെയുള്ള ഐറ്റംസ്. എനിക്ക് തോന്നുന്നു നമ്മളതൊക്കെ ഒരു കൗതുകത്തിനാണ് വളർത്തിയതെങ്കിലും കൂടുതലും വിദേശികളാണ് അത് കാണാൻ വന്നത്. കാരണം അവരുടെ നാട്ടിൽ അവരത് കഴിക്കുന്നുണ്ട്. പക്ഷെ ആ ചെടി അവർ കണ്ടത് നമ്മുടെ കേരളത്തിൽ ഇവിടെ വന്നപ്പോഴാണ്, ഇടുക്കിയിൽ വന്നപ്പോഴാണ്. അങ്ങനെയാണ് മനസ്സിലായത്. അവിടെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കേരളത്തിലൊന്നും അധികം അറിയപ്പെട്ട് തുടങ്ങിയിട്ടില്ലത്. അപ്പൊ ഇനി അടുത്ത പുതിയ വീഡിയോ എന്താ? പുതിയ വീഡിയോ നമുക്കൊന്നിലും വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന വീഡിയോ ആണെന്നുള്ള എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. എന്താണോ നമ്മളിപ്പോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങ് വീഡിയോ ആക്കും, അത്ര മാത്രമേ ഉള്ളൂ. ജെയിംസ് ചേട്ടാ എന്നുള്ള ആ ഒരു വിളിയിലുണ്ടായിരുന്നു. ജെയിംസ് ചേട്ടാ ബാക്കിൽ ഒരുപാട് ദൂരം പോയി അടുത്ത് വാ. ചേട്ടായിക്ക് എന്താണെന്നറിയോ? ചേട്ടായിക്ക് പണിയാണ് മെയിൻ, കൃഷിയാണ് മെയിൻ. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ. ഓക്കെ. ഈ കായ്ച്ചു തുടങ്ങിയോ തക്കാളിയൊക്കെ? ഇല്ലില്ല, പൂവിട്ട് തുടങ്ങി. ഓക്കെ. ജെയിംസ് ചേട്ടാ നമസ്കാരം.
നമസ്കാരം. നമസ്കാരം. രാവിലെ തന്നെ രണ്ടുപേരും കൂടെ അങ്ങ് ഇറങ്ങി. നല്ല പരിപാടികൾ തീരുള്ളൂ. ഇത് എത്ര മണി വരെ പോകും? അങ്ങനെ സമയമില്ല, കിട്ടുന്നിടം വരെ. ആണ്. കണ്ണു കാണാൻ പറ്റാതെ എപ്പോ ആകുന്നു അന്നേരം. അപ്പൊ എങ്ങനെയാ, വീട് ചേർന്ന് തന്നെയാണോ ഈ സ്ഥലം? ഇതിനകത്ത് തന്നെ വീട് അടുത്ത് തന്നെയാ. ഇതിപ്പോ നമ്മുടെ സ്വന്തം സ്ഥലം. ഇതിപ്പോ എന്തോരം ഉണ്ട് നമുക്കിപ്പോ വിസ്തീർണം? 2.5 ഏക്കർ. ഓക്കെ. അതിൽ പൂർണ്ണമായിട്ടും പച്ചക്കറി കൃഷിയാണോ? ഇല്ല, ഒരു പകുതി. ബാക്കി ഏലവും പൊടിയും ജാതിയൊക്കെ ആയിട്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോ മറ്റേ നമ്മൾ പാട്ടത്തിനെടുത്ത സ്ഥലത്തും കൃഷി തുടരുന്നില്ലേ? ഇല്ലില്ല, അത് വിട്ടായിരുന്നു, പാട്ടം വിട്ടായിരുന്നു. മൊത്തം വിട്ടായിരുന്നു അല്ലേ? ഓക്കെ 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 ഓക്കെ. പിന്നെ എന്തുണ്ട് ജെയിംസ് ചേട്ടൻ, എന്താണ് വിശേഷം? അന്ന് നമ്മൾ നേരിൽ കണ്ടപ്പോൾ, അന്ന് അവിടെ കൊച്ചിയിലൊക്കെ വന്നപ്പോ സന്തോഷമായിരുന്നോ? പിന്നെ അതെ അതെ, സന്തോഷമായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി എന്താണ്, രാവിലെ തക്കാളിത്തോട്ടത്തിലേക്ക് ഇറങ്ങി, ഇനി ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ എപ്പോഴാ കൊണ്ടുവരികയാണോ? വീട്ടിൽ പോയി ഒക്കെ റെഡി ആക്കിയോ? വീട് ഇവിടെ അടുത്ത് തന്നെ. ബിൻസേച്ചി, അപ്പൊ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ? അങ്ങനെ ഒരു സമയം രാവിലെ സോഷ്യൽ മീഡിയ നോക്കുന്നത് കൊണ്ട് കുറച്ച് താമസം വരും. പിന്നെ 10 മണിക്ക് കാപ്പി, ഉച്ചയ്ക്ക് ചോറല്ലേ. അപ്പൊ അതിനോടിടയ്ക്ക് പിന്നെ നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറികൾ അങ്ങനൊന്നും അല്ലല്ലോ. എന്ത് ചെയ്താലും എന്തുണ്ടാക്കിയാലും വീട്ടിലെല്ലാവരും കഴിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇച്ചിരി കഞ്ഞി ഇട്ടിട്ട് ഇറങ്ങി വന്നാല് പിന്നെ ചിലപ്പോ കറിയില്ലെങ്കിൽ ഇച്ചിരി മുളക് പൊട്ടിച്ചിട്ടാണേലും നമ്മൾ കുടിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. ഈ രാവിലെ അപ്പൊ എല്ലാ ദിവസവും എഴുന്നേറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകളും പിന്നെ ലൈക്കുകളൊക്കെ നോക്കുവോ? നോക്കും. കമന്റുകളെല്ലാം നോക്കും. പക്ഷെ എല്ലാത്തിനും നമുക്ക് മറുപടി കൊടുക്കാൻ സമയം കിട്ടത്തില്ല. എല്ലാം നോക്കും. അറിയണ്ടേ നമ്മളെ, അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. പിന്നെ ഉറപ്പായിട്ടും. ഓക്കെ. അപ്പൊ ഞങ്ങൾ തന്ന ആ പുരസ്കാരം വളരെ ഭദ്രമായിട്ട് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതായത് ഇനി നമുക്ക് അവാർഡുകളെല്ലാം തന്നെ ഒരിടത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതുവരെയും അത് ശരിക്കും അടുക്കി വെക്കാനുള്ള ഒരു സ്ഥലം റെഡി ആയിട്ടില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ തോട്ടത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പണികൾ തീർന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ നോക്കത്തുള്ളൂ. ഇതുവരെ നമ്മൾ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ പുരസ്കാരങ്ങളെല്ലാം ഭംഗിയായിട്ട് വെക്കാൻ ഒരു സ്ഥലം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യണം. ഞാനിപ്പോ സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ശരിയാവും. നമ്മൾ ഈ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു മാറ്റമല്ലേ ജീവിതത്തിൽ ഉണ്ടായത്. പിന്നെ ഇനിയാണോ മാറ്റത്തിന് സാധ്യത? ഉറപ്പല്ലേ? ഒരിക്കലും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നില്ല അല്ലേ? സംസാരിക്കും. ഇനിയും പിന്നെ മുകളിലേക്ക് പോകുന്നതല്ലേ ഉള്ളൂ. ഇതിപ്പോ നമ്മളൊരു ചെറിയ 2.5 ഏക്കർ ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് കൂടുതൽ സ്വന്തമാക്കാൻ. കൂടുതൽ കൃഷി ചെയ്യണമെന്നുണ്ട്. നമുക്ക് നോക്കാം വരുന്ന പോലെ. എന്താണോ മുമ്പിൽ നിന്ന്, നമുക്കൊന്നും മുമ്പിലേക്ക് പ്രതീക്ഷകളൊന്നും ഇല്ല. ഇതുവരെയും പ്രതീക്ഷകൾ വെച്ചിട്ടല്ല വന്നത്, ഇനിയും അല്ല. പക്ഷെ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എല്ലാരും എന്ത് പറഞ്ഞു? ഈ ഫോട്ടോ ഒക്കെ സ്റ്റോറി ഇട്ടതും ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ എല്ലാരും എന്ത് പറഞ്ഞു? ഇങ്ങനെ ഭയങ്കര നല്ല അഭിപ്രായമല്ലായിരുന്നോ? ഒരുപാട് പേര്, എത്രയോ ആളുകൾ സ്നേഹിക്കുന്നു എന്നുള്ളത്, ഒരു നെഗറ്റീവ് പോലും ഇല്ല എന്നുള്ളത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അവിടെ ഏറെ നേരം ചെലവഴിച്ച് എല്ലാവരോടും ചേർത്ത് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് പിരിഞ്ഞ ബിൻസി ചേച്ചിയും ചേട്ടനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നമുക്കതൊക്കെയല്ലേ ഉള്ളൂ പിന്നീട് ഓർക്കാൻ. അതെ, ഒരുപാട് സന്തോഷമായി അന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞതും സംസാരിക്കാൻ കഴിഞ്ഞതും ഒക്കെ. ഇപ്പൊ വന്നപ്പോൾ അതിലേറെ സന്തോഷം. അപ്പൊ നമ്മുടെ ടെലികാസ്റ്റിംഗ് വരികയാണ് കേട്ടോ. അപ്പൊ അത് ഉറപ്പായിട്ടും കാണണേ. തീർച്ചയായിട്ടും. എല്ലാവരും പറയുകയും ചെയ്യണം. ഇനി നമ്മുടെ പേജിലും ഇടണം. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോ ഇന്ന് രാവിലെ തന്നെ എന്തെങ്കിലും തോട്ടത്തിലേക്ക് ഇറങ്ങി? അവിടെ തണുപ്പൊക്കെ ഉണ്ടോ അതോ മഴയുണ്ടോ? എന്താ അവസ്ഥ? തണുപ്പ്, ചെറിയ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് 2 ദിവസമായിട്ട്. തണുപ്പായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ആണല്ലേ? ഓക്കെ. ഈ തക്കാളി കൃഷിക്ക് ഈ മഴ പ്രശ്നമുണ്ടോ? തക്കാളി കൃഷിക്ക് മഴ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ സാധാരണ മഴമറയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പുതിയ സ്ഥലം ആയതുകൊണ്ട് മഴമറ ആകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തക്കാളി ഇല്ലാതെ പറ്റത്തും, ഇല്ലാത്തത് കൊണ്ട് തക്കാളി ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഓക്കെ. ഇവിടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോഴേ ഹൈ റേഞ്ച് ആണ്. അതായത് കുറെ പേര് ചോദിക്കുന്നു ബിൻസി ചേച്ചിയുടെ സ്ഥലം എങ്ങനെ എത്തും, എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ. അതൊന്ന് ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? എവിടെയാണ്, എങ്ങനെ വരണമെന്നൊക്കെ? നമ്മൾ ഇടുക്കിയാണ്. കട്ടപ്പന വന്നിട്ട് ഈട്ടിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു 15 കിലോമീറ്റർ യാത്രയുണ്ട്. അവിടെ തേക്കിൻകാനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും നമ്മളുടെ പേജിലൂടെ കറക്റ്റ് വഴികളൊക്കെ ഇടും. ഇപ്പൊ നമ്മള് കൃഷിയൊന്നും സെറ്റ് ആകാത്തത് കൊണ്ടാണ് വഴികളൊന്നും ഇപ്പോ നമ്മള് വീഡിയോ ഇടാത്തത്.
ഓ അതാണ്. അപ്പോ അത് എല്ലാം സെറ്റ് കുറച്ചകത്തേക്കാണ് ആക്കിയിട്ട് കുറച്ചകത്തേക്കാണ്, കുറച്ചകത്ത് ഉള്ളിലേക്ക് വരണം. ആണോ? വണ്ടി എത്തില്ലേ? വണ്ടി എത്തും. ജീപ്പ്? ജീപ്പല്ല, എല്ലാ വണ്ടികളും എത്തും. എല്ലാ നല്ല വണ്ടിയും എത്തും. വഴിയും നല്ല ടാറിംഗ് റോഡൊക്കെ തന്നെ. അപ്പൊ എന്താണെങ്കിലും വരുന്ന ആളുകൾക്ക് സുഖമായിട്ട് എത്താൻ പറ്റുമല്ലോ. പിന്നെ എല്ലാരും വരുവാണെങ്കിൽ ചേനയൊക്കെ പറിച്ച് പുഴുങ്ങിയൊക്കെ കഴിച്ചിട്ട് പോവാം. എല്ലാരും അന്ന് എനിക്ക് നൽകിയ വാഗ്ദാനത്തിൽ ഒന്നായിരുന്നു, വീട്ടിലേക്ക് വരണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പച്ചത്തക്കാളി കൊണ്ടുള്ള തോരൻ. തീർച്ചയായിട്ടും. ഓക്കെ. അതെ, തക്കാളിയൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും പോര്. ഡിസംബർ അവസാനം അല്ലേ? ശരി. അപ്പൊ ക്രിസ്മസ് സമയം കൂടിയാണല്ലോ, ഉറപ്പായിട്ടും. അപ്പൊ ഒന്നൊരു ഈട്ടിത്തോപ്പ് സന്ദർശനമാ. തീർച്ചയായിട്ടും. എനിക്ക് എന്തോ അല്ല, മൂവാറ്റുപുഴ ഇങ്ങോട്ട് പോരാൻ എളുപ്പമല്ലേ? ഞാൻ മൂവാറ്റുപുഴയാണല്ലോ. മൂവാറ്റുപുഴ വളരെ അടുത്തല്ലേ, തൊട്ടടുത്തല്ലേ. പക്ഷെ ഞങ്ങളുടെ സ്റ്റുഡിയോ ഇപ്പോ ഞാൻ ജോലിയുടെ ഭാഗമായി തിരുവനന്തപുരത്താണ്. ശരി ശരി. സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാരും കൂടെ ഒരു ദിവസം ഇങ്ങനെ പോരെ, നമുക്ക് ക്രിസ്മസിന് അടിച്ചു പൊളിക്കാം. അന്ന് ക്രിസ്മസ് എന്ന ബിൻസീസ് ഫാമിലാക്കിയാലോ ന്യൂസ് 18? പിന്നല്ല, പോരെ. ശരി. എനിക്കൊന്ന് ന്യൂസ് 18 കൂടെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാനൊരു ഹായ് പറയട്ടെ കേട്ടോ. ഞാൻ ഇന്നലെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് 7:15 കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. ബിൻസി ചേച്ചി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഇത് കാണും, ഞങ്ങൾക്ക് സംശയമില്ല കാര്യത്തില്. അതെ അതെ. അപ്പൊ ഈ അന്ന് പറഞ്ഞ പോലെ ബിൻസി ചേച്ചിയുടെ പോസിറ്റിവിറ്റി എന്താന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തേക്കുന്ന മനുഷ്യനാണ് ചേട്ടായി. ചേട്ടായി നീട്ടി വിളിക്കും. ഞാൻ എപ്പോഴും പറയും ചേട്ടായി. ഞാൻ വീഡിയോയില് ഇത് ചെയ്യുമ്പോ ചേട്ടായി കൃഷിയിൽ, ഞങ്ങൾ രണ്ടുപേരും അതുപോലെ ചേട്ടായി കൃഷിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു, ഞാൻ വീഡിയോയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് രണ്ടുപേർക്കും ഇത് ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതെ അതെ അതെ. വളരെ വലിയ കാര്യം. സപ്പോർട്ട് ചെയ്യുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല ചേച്ചി. ശരിയാ, തീർച്ചയായിട്ടും. എനിക്ക് ആ തോട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പാൻ ചെയ്ത് കാണിക്കാമോ, എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട്? നമ്മള് ഇപ്പൊ നിൽക്കുന്നിടത്തുള്ളത് തക്കാളി മാത്രമാണ്. ഇങ്ങനെ തന്നെ പോകണ്ടേ ഞാന്? കുഴപ്പമില്ല കുഴപ്പമില്ല, അങ്ങനെ തക്കാളി ചെടികൾ കാണാം മാത്രമാണ്. ഇപ്പുറത്തെ സ്ഥലത്തേക്ക് നോക്കിയാല് ഇത് കണ്ടോ, ചൈനീസ് ക്യാബേജ് ആണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ തിരിച്ചു കാണാൻ പറ്റുന്നുണ്ട്. ഇത് ബീൻസ് ആണ്, ആയി വരുന്നതേ ഉള്ളൂ, വള്ളി കെട്ടി കൊടുക്കണം. ഇത് ബ്രൊക്കോളിയാണ് ഈ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ ഇത് നീല ക്യാബേജ്, റെഡ് ക്യാബേജ്. നമ്മള് തോട്ടം റെഡിയാക്കുന്നതേ ഉള്ളൂ. അങ്ങോട്ട് കണ്ടോ, ഇവിടെ നല്ല ഓരോ സാധനങ്ങളും നട്ടിരിക്കുക. ഇത് നമ്മുടെ സാധാ ക്യാബേജ്. അവിടെയാണ് കാടക്കൂടുള്ളത്. അവിടെ നീല ഷീറ്റ് കാണുന്നതാണോ? നീല ഷീറ്റ് അല്ലായിരിക്കുമല്ലോ, എനിക്കത് നീല വലയായിരിക്കും. നീല ഇങ്ങനെ നെറ്റ് ഇത് കണ്ടോ മുകളിൽ, അങ്ങനെയാണ് ഇതിന്റെ സംഭവം. സമയം പോവുമായിരിക്കും അല്ലേ? അതൊന്നും കുഴപ്പമില്ല. ഞങ്ങള് പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ആവേശമാണ്. വീഡിയോ എടുത്തു തുടങ്ങിയ പിന്നെ നിർത്തൂല. അതെ. ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ ബീൻസ് നട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നൂലാണ്, ഇങ്ങനെ ചാക്കുനൂലില്ലേ, ചണനൂല്. അതിലൂടെ മുകളിലേക്ക് പടർന്നു കയറാൻ അല്ലേ? പടർന്നു കയറാൻ. അതെ അതെ. ഇത് ക്യാബേജ്. ഓരോന്ന് ഇങ്ങനെ ഇടവിളയായിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കും. മതി കുഴപ്പമില്ല. അത് ഒരു ചെറിയൊരു പിക്ചർ കിട്ടിയല്ലോ. നേരിട്ട് അങ്ങോട്ടൊക്കെ ഒക്കെ ഉണ്ട്. നമ്മുടെ നഴ്സറി അവിടെ ഉണ്ട്. നഴ്സറിയിൽ എന്തൊക്കെയാ ഉള്ളത് ചേച്ചി? നമ്മൾക്ക് ആവശ്യമുള്ള തൈകളെല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത്. അല്ല, ഇത്രയും സ്ഥലത്ത് മേടിക്കുമ്പോഴേക്കും ഒത്തിരി പൈസയൊക്കെ ആകത്തില്ലേ? ഇപ്പൊ ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് തൈ, അതായത് ഞങ്ങൾ നല്ല സന്ദർശകർ വന്നാൽ അവർക്ക് കൊടുക്കുവോ, വിൽക്കുന്നുണ്ടോ തൈ ആയിട്ട്? നിലവിൽ ഇപ്പൊ നമുക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വിത്തുകളും മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ വരുന്നവർക്കും കൊടുക്കും, പിന്നെ അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്ന് വരെ പിടിച്ചു നിർത്തിയ ഒരു സംഭവം. രീതിയിൽ അതും ചെയ്തു പോയി. എന്തോ ഒരുപാട് പേര് ആവശ്യക്കാരായിട്ട് വരാറുണ്ടോ? ഉണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പുതിയതായിട്ട് അടുക്കള കൃഷിയിലേക്ക് കയറി ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെ ചോദിക്കും, എഴുതി ചോദിക്കും അല്ലേ? അതെ വാട്സാപ്പിൽ ചോദിക്കും, അപ്പോൾ അയച്ചു കൊടുക്കും. ഓക്കെ. അപ്പൊ അത് തന്നെയാണല്ലോ ഉള്ളിലേക്ക് ആയതുകൊണ്ട്. എന്തോ പറഞ്ഞോ. അല്ല, ഇപ്പൊ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട്, ഇത്രയും നാളെ നമ്മൾ ടൗൺ കേന്ദ്രീകരിച്ചൊക്കെ ആയിരുന്നു. സ്വന്തമായിട്ടായപ്പോ നമ്മൾ ഉള്ളിലേക്ക്, കാരണം ഉള്ളിലേക്ക് വന്നാലേ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള സ്ഥലം കിട്ടത്തുള്ളൂ.
അപ്പൊ അങ്ങനെ വന്നപ്പോ കുറച്ച് ഡിലേ ഒക്കെ വരുന്നുണ്ട്. എങ്കിലും അതെല്ലാം ഇനി റെഡിയാക്കണം, പണിയും കൂടെ ഒക്കെ നടക്കുന്നത് കൊണ്ടേ. അതൊക്കെ നമുക്ക് എല്ലാം സെറ്റ് ആവട്ടെ. ഇപ്പൊ ആ ഫാം പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മളെ അറിയാലോ, അതുകൊണ്ട് ഒരു വലിയ സന്തോഷമാണ്. വേറെ എങ്ങനെയാ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ? ഇടയ്ക്കൊക്കെ ആളെ വിളിക്കും. നമ്മുടെ വാട്സാപ്പ് നോക്കാനും സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കാനും ഒക്കെ ഒരു കൊച്ചുണ്ട്, ഇവിടെ അടുത്തുനിന്ന് വരുന്നുണ്ട്. പിന്നെ കൂടാതെ കൃഷിപ്പണികൾക്കൊക്കെ അത്യാവശ്യം പുറത്തുനിന്ന് ആളെ വിളിക്കും. ഇപ്പോഴത്തെ ഉള്ള പണികൾക്കൊക്കെ പുറത്തുനിന്ന് ഇച്ചിരി ആൾ ആവശ്യമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട. പ്രത്യേകിച്ച് ഇപ്പൊ അത് വളർന്നു വരുന്നൊരു സമയം കൂടിയാണല്ലോ അല്ലേ, വളരെ കെയർ വേണം. അതല്ല, ആദ്യത്തെ ഈ തടമെടുക്കലും ഈ ഡ്രിപ്പ് ഇറിഗേഷനും മൾച്ചിങ്ങും എല്ലാം നമ്മൾ തന്നെയാ ചെയ്യുന്നത്. ഈ തടമെടുക്കലും മണ്ണിളക്കലും ഒക്കെ ഇല്ല, അതിനൊക്കെ കുറച്ചുകൂടെ നമ്മൾ തന്നെ ചെയ്താൽ തീരത്തില്ല. അതെ 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 അതെ. ഇനി എന്താ ഒരു പരീക്ഷണം രണ്ടുപേരും കൂടി നടത്താൻ ശ്രമിക്കുന്നത് കൃഷിയില്? പരീക്ഷണം എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം അല്ലേ ഏട്ടായി? ഞങ്ങൾ കണ്ടുപിടിക്കാനൂടെ ഒരു സാധനമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, അതിപ്പോ പറയത്തില്ല, കണ്ടുപിടിച്ച് കഴിയുമ്പോഴേ പറയത്തുള്ളൂ അല്ലേ ഏട്ടായി? എല്ലാത്തിനും ചേട്ടായിനോടൊരു പിന്നെ ചോദ്യമുണ്ട്, ചിരിയോട് ഉത്തരവുണ്ട്. ഉണ്ട്. അതെ അതെ, നമ്മുടെ സ്ഥലം. അതെ അതെ. അപ്പൊ ന്യൂസ് 18 DIA 2024 ഗ്രീൻ തമ്പ് അവാർഡ് വിജയിച്ച ബിൻസി ജെയിംസ് ആണ്, ബിൻസീസ് ഫാമിന്റെ ബിൻസി ജെയിംസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ബിൻസി ചേച്ചി, ജെയിംസ് ചേട്ടാ, ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവിട്ടതിന്. നമ്മൾ ഓരോ ദിവസങ്ങളിലും ഇതുപോലെ ഓരോ അവാർഡ് ജേതാക്കളെയും പ്രേക്ഷക മുന്നിലേക്ക് ടെലിവിഷനിലൂടെ തത്സമയം എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലൈവായിട്ട്, അതായത് ഇങ്ങനെ നിങ്ങളുടെ ഫാമൊക്കെ കാണിച്ച് ഇങ്ങനെ ആക്റ്റീവായി നിന്നത് നിങ്ങളൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. താങ്ക് യു ഇങ്ങനെ ഒരു അവാർഡ് തരാനും. നമ്മളെ കുറച്ചുകൂടെ നമ്മളെ ഒരു ലെവല്, ഓരോ പടികളാണല്ലോ നമ്മുടെ ജീവിതത്തില്, അതിൽ ഒരു പടിയും കൂടെ കയറാനായിട്ട് ന്യൂസ് 18 വഴി ഞങ്ങൾക്ക് സാധിച്ചു. ഒരുപാട് സന്തോഷം എൽദോ, നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിലും പരിചയപ്പെട്ടതിലും എല്ലാം ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും നിങ്ങളുടെ ആ സ്നേഹം അനുഭവിച്ച് തന്നെയാണ് ഞങ്ങൾ അന്ന് നിങ്ങളെ അവിടെ വിട്ടതെന്നുള്ളതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്. അത്രമാത്രം സ്നേഹത്തോടെയാണ് ഞാനും പറയാൻ വന്നത്. നമ്മൾ വന്നതിലും നമ്മൾ മനസ്സിൽ ചിന്തിച്ചതിലും കൂടുതലായിരുന്നു ഞങ്ങളോടുള്ള സ്വീകരണവും സ്വാഗതം ചെയ്തതും ഒക്കെ. നമ്മളവിടെ വന്നപ്പോൾ അതൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങളല്ല, ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും അതൊക്കെ വല്ലാതെ, കാരണം നമ്മളോടുള്ള നിങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റും. അത് പറയാൻ വാക്കുകളില്ല. ചില കാര്യങ്ങൾക്ക് നമുക്ക് വാക്കുകൾ കിട്ടത്തില്ല, ചിലത് സംസാരിക്കുമ്പോൾ കണ്ണു നിറയും. അത് കുഴപ്പമില്ല, സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ടാണല്ലോ. അന്ന് നമ്മൾ അവാർഡ് ശേഷം എടുത്ത ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല, അതൊന്ന് അയച്ചു തരണം കേട്ടോ. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിട്ട് രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് എഴുതണം, അതിനാ ഓരോ ദിവസം ഓരോന്ന് എഴുതിയൊക്കെ വേണ്ടി ഇടാൻ. ഓക്കെ, ശരി. അപ്പോൾ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഒരുപാട് പുതിയ വീഡിയോകളുമായി, പുതിയ കൃഷി വിശേഷങ്ങളുമായി പ്രകൃതിയോട് ചേർന്ന് തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവരും ബിൻസീസ് ഫാം കാണുക, ബിൻസീസ് ഫാമിലെ വീഡിയോകൾ, വ്ലോഗുകൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക. കാരണം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മാത്രമല്ല ഇതുപോലെ വളരെ സരസമായി, വളരെ തന്മയത്വത്തോടുകൂടി, ഏറ്റവും നൈർമല്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന രണ്ടുപേരാണ് ആ നിൽക്കുന്നത്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. Thank you. Hello guys! Pittapalli Agencies presents News 18 Kerala DIA 2024. സൈജോട്ടെ സപ്പോർട്ട് ചെയ്തപ്പോൾ സൈജോട്ടെ നായനാണ് ഞാൻ സപ്പോർട്ട് ചെയ്തു. പുറത്ത് നോക്കാൻ നടന്നാൽ നിങ്ങൾ ഞാൻ അടിക്കും. സൈജോട്ടെ കോട്ടിട്ട് കണ്ടല്ലോ, കൊള്ളാട്ടോ. കുറെ കാലം പട്ടിണിയും പരിവട്ടമായിട്ട് കിടന്നപ്പോൾ നമ്മൾ എന്നെ വിട്ട പേരാണ്. വീട്ടിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ അവള് പറയും, ചേട്ടാ പാത്രം കഴുകേണ്ട ഒരു കണ്ടന്റ് ഉണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. പൊളിക്കാതിരിക്കാൻ പറ്റുമോ? മാറത്തൂറക്കാനിന്നോളം കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്. എല്ലാ സിനിമയിലും ഞാൻ സ്കൂളിൽ ഇരുന്നപ്പോഴാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. അതിന്റെ എല്ലാ കാരണക്കാരൻ ലാലേട്ടൻ തന്നെയാണ്. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങണം. Pittapalli Agencies presents News 18 Keralam DIA Digital Influencer Award 2024, powered by Amrit Veni, co-powered by Ponkadar and Reliance Industries Limited. Special partners Maharani Wedding Collections, Petra Steel Doors and Winco's Curry Powder.
Travel partner Citrus Holidays Private Limited. In association with Urban Gramin Society Gold Loan, Swarnamukhi Gold and Diamonds, Shrimati, Sunitra Mattresses. And Mighty Future. രാവിലെ കൂടുതൽ വാർത്തകളിലേക്ക് വിശേഷങ്ങളെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നുവെന്ന് കുടുംബം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന ഹർജിയിൽ വിധി അടുത്ത മാസം 3-ന്. കുടുംബം നൽകിയ ഹർജിയിൽ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. പ്രതിയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കണമെന്ന് ആവശ്യം. സംസ്ഥാനത്ത് വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് വ്യാപക പണം തട്ടിപ്പ്. പരിചിത നമ്പറിൽ നിന്ന് 6 അക്ക ഡിജിറ്റൽ കോഡ് ചോദിച്ച് സന്ദേശം അയച്ചാണ് തട്ടിപ്പ്. ഹാക്കിംഗ് കണ്ടെത്തിയാലും വാട്സാപ്പ് അക്കൗണ്ട് വീണ്ടെടുക്കാനാകില്ല. നടപടിയെടുക്കാൻ വഴിയില്ലെന്നും ജാഗ്രത പുലർത്തണമെന്നും പോലീസ്. തൃശൂർ നാട്ടികയിൽ റോഡരികിൽ കിടന്നുറങ്ങിയ നാടോടി സംഘത്തിന് മേൽ ലോറി പാഞ്ഞു കയറി വൻ ദുരന്തം. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർ മരിച്ചു. 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം ഇന്ന് പുലർച്ചെ 4 മണിയോടെ. ലോറി ജീവനക്കാർ മദ്യപിച്ചിരുന്നതായും ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. പുന്നമടക്കായലിന് പകരം സീപ്ലെയിനിന് ഇറക്കാൻ ബദൽ നിർദ്ദേശവുമായി ശാസ്ത്രജ്ഞർ. പുറക്കാട്ടെ 600 ഏക്കർ വരുന്ന ഗാന്ധി വനം അനുയോജ്യമെന്ന് 6-അംഗ സമിതിയുടെ കണ്ടെത്തൽ. പദ്ധതി കിട്ടിയാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ന്യൂസ് 18നോട്. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുരേന്ദ്രനെ ഉടൻ മാറ്റില്ല. നേതൃമാറ്റത്തിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ടെന്ന നിലപാടിൽ കേന്ദ്ര നേതൃത്വം. ഈ ഘട്ടത്തിൽ അധ്യക്ഷനെ മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്ന് വിലയിരുത്തൽ. ഫെബ്രുവരി അവസാനമോ മാർച്ചിലോ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കും. വിമത നീക്കമാണ് പാലക്കാട്ടെ പരാജയ കാരണമെന്ന് K. സുരേന്ദ്രൻ നേതൃത്വത്തെ അറിയിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ഡിസംബർ 7-8 തീയതികളിൽ കൊച്ചിയിൽ യോഗം ചേരുമെന്ന് K. സുരേന്ദ്രൻ. താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് വന്ന ശേഷമേ ചർച്ചയുള്ളൂ. പല നേതാക്കളും ഇന്നത്തെ നേതൃയോഗത്തിൽ നിന്നും വിട്ടുനിന്നു. എന്നാൽ എല്ലാ യോഗത്തിലും എല്ലാവരും പങ്കെടുക്കാറില്ലെന്നായിരുന്നു ഇക്കാര്യത്തിൽ സുരേന്ദ്രന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ശോഭാ സുരേന്ദ്രൻ പ്രചാരണത്തിൽ സജീവമായിരുന്നു. BJP ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വീഴ്ചയുണ്ടായതായി ആർക്കും പരാതിയില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ തനിക്കും പരാതിയില്ലെന്ന് C. കൃഷ്ണകുമാർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ. ഇക്കാര്യം സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന നേതൃത്വം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തെന്ന ആത്മവിശ്വാസമുള്ള സാധാരണക്കാരിയാണ് താനെന്നും ശോഭാ സുരേന്ദ്രൻ. VD സതീശനെ വെല്ലുവിളിച്ച് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിന് 1 സീറ്റ് അധികം നേടാനാകുമോ എന്ന് ചോദ്യം. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ BJP ഭരിക്കുമെന്നും ശോഭ. പാലക്കാട് തോൽവിക്ക് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് PC ജോർജ്. താനിത് നേരത്തെ അനുഭവിച്ചതാണ്. തോൽവിയിൽ K. സുരേന്ദ്രൻ മാറണമെന്നില്ലെന്നും ജയമുണ്ടായപ്പോൾ പ്രമോഷൻ കൊടുത്തിട്ടില്ലെന്നും PC ജോർജ്. BJP നേതൃത്വത്തിനെതിരെ കോഴിക്കോട് പോസ്റ്റർ. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിലും പ്രസ് ക്ലബിന് സമീപത്തുമാണ് പോസ്റ്റർ പതിപ്പിച്ചത്. BJPയെ രക്ഷിക്കൂ എന്നാണ് പോസ്റ്ററിലെ ആവശ്യം. BJP പ്രവർത്തകർ എത്തി പോസ്റ്റർ നീക്കം ചെയ്തു. പാലക്കാട് നഗരസഭയിൽ BJP CPM അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. ഉപതെരഞ്ഞെടുപ്പിൽ BJP വോട്ട് എവിടെ പോയെന്ന CPM അംഗങ്ങളുടെ ചോദ്യമാണ് BJP അംഗങ്ങളെ പ്രകോപിപ്പിച്ചത്. 3-ാം സ്ഥാനത്ത് തുടരുന്ന CPMന്റെ വേദന തങ്ങൾക്കറിയാമെന്ന് BJP അംഗങ്ങൾ പരിഹസിച്ചു. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എല്ലാ കേഡർ സംവിധാനവും നഷ്ടപ്പെട്ടു. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കകത്താണ് പറയേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലെ ആത്മകഥാ വിവാദത്തിൽ തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചന നടന്നെന്ന് ആവർത്തിച്ച് EP ജയരാജൻ.
പാർട്ടിക്കകത്തും പുറത്തും തന്നെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് പുറത്തു പറയും. ഒരു വരി പോലും പ്രസിദ്ധീകരണത്തിനായി ആർക്കും നൽകിയിട്ടില്ലെന്നും EP ജയരാജൻ. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നും സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കുടുംബം. CPM നേതാവ് PP ദിവ്യയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഹർജിയിൽ പരാമർശം. ഹർജി നൽകിയത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിൽ. പ്രത്യേക ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 26 കേസുകളാണ്. അന്വേഷണ പുരോഗതി അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ നൽകും. നാട്ടിക അപകടത്തിൽ പ്രതികൾ റിമാൻഡിൽ. കണ്ണൂർ ആലക്കോട് സ്വദേശി ജോസ്, അലക്സ് എന്നിവരാണ് റിമാൻഡിലായത്. മദ്യലഹരിയിൽ വരുത്തിയ ദുരന്തമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ പുലർച്ചെയാണ് മദ്യലഹരിയിൽ ഓടിച്ച ലോറി കയറി 5 പേർ ദാരുണമായി കൊല്ലപ്പെട്ടത്. പന്തീരങ്കാവ് പീഡനക്കേസ് പ്രതി രാഹുലിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. മറ്റന്നാൾ കേസ് വീണ്ടും കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. രാഹുലിനൊപ്പം കഴിയാൻ താൽപര്യമില്ലെന്ന് അറിയിച്ച പെൺകുട്ടി മാതാപിതാക്കൾക്കൊപ്പം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. കറിയിൽ ഉപ്പും പുളിയും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു യുവതിക്ക് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. സീപ്ലെയിൻ പദ്ധതിയെ സ്വീകരിക്കാൻ ഒരുങ്ങി ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖല. പദ്ധതി ആലപ്പുഴയിലേക്ക് കൊണ്ടുവരണമെന്ന ഹൌസ് ബോട്ട് അസോസിയേഷനുകൾ. സർക്കാരിന്റെ മൗനം വഞ്ചനാപരമെന്ന ആക്ഷേപം. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ വയനാട് ദുരന്തം എന്ന് പറയുന്നത് വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നു എന്ന ആക്ഷേപം. 900 കണ്ടിയിലേക്ക് സഞ്ചാരികൾ കുത്തനെ കുറഞ്ഞു. ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർമാർ കടുത്ത പ്രതിസന്ധിയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യം. ശബരിമലയിൽ ഇന്ന് 12 വിളക്ക്. തീർത്ഥാടനം 12 നാൾ പിന്നിടുന്ന ദിനത്തിൽ അയ്യപ്പ ദർശനത്തിന് വലിയ തിരക്ക്. പുലർച്ചെ 5 വരെ 20,000 പേർ ദർശനം നടത്തി. ഫോട്ടോഷൂട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ഇന്ന് റിപ്പോർട്ട് നൽകും. ശബരിമലയിലെ റോപ്പ് വേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ദേവസ്വം ബോർഡ്. നിർമ്മാണം പൂർത്തിയായാൽ അടിയന്തര ഘട്ടങ്ങളിൽ 10 മിനിറ്റിനുള്ളിൽ തീർത്ഥാടകരെ പമ്പയിലെത്തിക്കാം. 2 ആഴ്ചയ്ക്കുള്ളിൽ തറക്കല്ലിടൽ നടത്തും. 1.5 വർഷത്തിനുള്ളിൽ പദ്ധതി കമ്മീഷൻ ചെയ്യാമെന്ന് കണക്കുകൂട്ടൽ. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ പ്രതി ഒളിവിൽ. സർജനായ സെർബിൻ മുഹമ്മദിനെ പിടികൂടാൻ കഴിയാതെ പോലീസ്. ജൂനിയർ ഡോക്ടറെ സർജൻ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. 1 മാസം മുൻപാണ് സംഭവം. നോക്കാം ദേശീയ വാർത്തകൾ. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുന്നു. ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യത. മണിപ്പൂർ, സംഭാൽ, അദാനി വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യം. വഖഫ് ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ഇന്ന്. നിയമ ന്യൂനപക്ഷ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തും. ജഗദാംബിക പാൽ MP അധ്യക്ഷനായ സമിതിയിൽ 31 അംഗങ്ങൾ. മഹാരാഷ്ട്രയിലെ അധിക വോട്ട് റിപ്പോർട്ട് തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദി വയർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് 5,04,313 വോട്ട് കൂടുതൽ എണ്ണിയെന്ന ആരോപണം ഉയർന്നത്. ഇത് വസ്തുതാവിരുദ്ധമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോസ്റ്റൽ ബാലറ്റാണ് അധിക വോട്ടായി റിപ്പോർട്ട് ചെയ്തതെന്നും വിശദീകരണം. ഫെൻഗൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക്. ഇന്ന് തീരം തൊട്ടേക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തമിഴ്നാട്ടിൽ മഴ കനക്കുന്നു. കടലൂർ, മയിലാടുതുറ ജില്ലകളിൽ റെഡ് അലർട്ടും 10ലേറെ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. ചെന്നൈ, ചെങ്കൽപ്പെട്ട്, തിരുവള്ളൂർ അടക്കം 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ചെന്നൈയിൽ രാത്രി മഴ കാരണം രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ഹിമാചൽ പ്രദേശിലെ കുളുവിൽ വീണ്ടും കാട്ടുതീ.
ഖുയിൻ പ്രദേശത്താണ് സംഭവം. വനത്തോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലേക്കും തീ പടർന്നു. 2 ആഴ്ചക്കിടെ പ്രദേശത്ത് 50 ഹെക്ടറോളം ഭൂമി കത്തിനശിച്ചു. ഏകദേശം 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്ക്. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഇളവുകൾ പ്രഖ്യാപിച്ച് ഡൽഹി സർക്കാർ. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അന്താരാഷ്ട്ര വാർത്ത. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ വെടിനിർത്തലിന് ധാരണ. ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ വടക്കോട്ട് പിന്മാറും. ഇസ്രായേൽ സൈന്യം ലബനൻ അതിർത്തി വിടും. തീരുമാനം സ്വാഗതം ചെയ്ത അമേരിക്ക. ധാരണയ്ക്ക് പിന്നാലെ ലബനനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണമെന്ന് റിപ്പോർട്ടുകൾ. കായിക വാർത്ത. IPL സീസണിൽ അരങ്ങേറ്റത്തിനൊരുങ്ങി പെരിന്തൽമണ്ണ സ്വദേശി 23-കാരൻ വിഘ്നേഷ് പുത്തൂർ. മുംബൈ ടീമിൽ എത്തിച്ചത് 30 ലക്ഷം രൂപ നൽകി. കേരളത്തിനായി അണ്ടർ 14, 90, 23 വിഭാഗങ്ങളിൽ കളിച്ചിരുന്നു. പ്രാദേശിക വാർത്ത. 35ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന് തുടക്കം. കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. 4000-ഓളം കുട്ടികൾ പങ്കെടുക്കും. രാവിലെ 9-ന് മത്സരങ്ങൾ ആരംഭിക്കും. മേള 5 ദിവസം നീണ്ടു നിൽക്കും. കോതമംഗലം നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. എക്സിബിഷൻ എക്സ്പോ 2024 MLA ആന്റണി ജോൺ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. സ്കൂളിന്റെ ജൂബിലി സ്മാരകമായി തയ്യാറാക്കിയ പോസ്റ്റൽ സ്റ്റാമ്പിന്റെ പ്രകാശനം ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ നിർവഹിക്കും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. താങ്ക് യു ആര്യ ദേവൻ. ഫാസ്റ്റ് ന്യൂസുമായി ചേർന്നത് ആര്യാണ്. എന്താണെങ്കിലും നിരവധിയായിട്ടുള്ള വാർത്തകൾ വളരെ ചുരുക്കത്തിൽ പ്രേക്ഷകർ കണ്ടു. ഇനി നമ്മൾ വീണ്ടും മറ്റു വാർത്തകളിലേക്ക്, പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുകയാണ്. ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അദാനിക്കെതിരായി കേസ് സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് MP-മാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദാനിക്കെതിരെ അമേരിക്കയിൽ കേസെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച പാർലമെന്റിൽ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കും വരെ ഈ വിഷയം ഉയർത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. അതേസമയം സഭയിലെ സംഘർഷം സമാജ്വാദി പാർട്ടി ഉന്നയിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആര് എന്നതിൽ ഇതുവരെയും തീരുമാനം എത്തിയിട്ടില്ല. വോട്ടെണ്ണി 3 ദിവസം കഴിഞ്ഞിട്ടും ചർച്ചകൾ തുടരുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹമെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലെ അഭിപ്രായപ്പെട്ടു. ഏക്നാഥ് ഷിൻഡെയ്ക്ക് ഉപമുഖ്യമന്ത്രിയാവുകയോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാവുകയോ ചെയ്യാമെന്നാണ് രാംദാസിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇന്ന് അന്തിമ തീരുമാനമുണ്ടായി. വേണം സീപ്ലെയിൻ പദ്ധതി. സീപ്ലെയിൻ പദ്ധതി ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഒരുക്കമാണ് ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖല. സീപ്ലെയിൻ പദ്ധതിക്കായി കൊച്ചിയെ പരിഗണിച്ചതിലാണ് ഇവരുടെ പരാതി. 2013 ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആലപ്പുഴയായിരുന്നു ഒരു കേന്ദ്രം. ടൂറിസം വകുപ്പ് മുൻകൈയെടുത്ത് പദ്ധതി ആലപ്പുഴയിലേക്ക് കൊണ്ടുവരണമെന്നാണ് വിവിധ ഹൗസ് ബോട്ട് അസോസിയേഷനുകളുടെ ആവശ്യം. കോടികൾ ചിലവഴിച്ച് എങ്ങുമെത്താതായ ടൂറിസം സർക്യൂട്ട് പദ്ധതി, മുടങ്ങിപ്പോയ സീപ്ലെയിൻ, പുന്നമടയിൽ പൊട്ടിത്തകർന്നു നിൽക്കുന്ന ടൂറിസം ആസ്ഥാനം, അവഗണനയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആലപ്പുഴയ്ക്ക്. കായൽ ടൂറിസത്തിന്റെ രാജ്യത്തിലെ തന്നെ പ്രധാന ഹബ്ബാണെങ്കിലും സർക്കാരിന്റെ സഹായം പേരിന് മാത്രമാണ് ജില്ലയ്ക്കുള്ളത്.
ടൂറിസം വകുപ്പിന്റെ കണക്ക് പ്രകാരം 31,403 വിദേശ വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ജില്ലയിലെത്തിയത്. ആഭ്യന്തര ടൂറിസ്റ്റുകളാകട്ടെ 7,44,352 പേർ. കേരളത്തിന്റെ തന്നെ പ്രധാന വരുമാന മാർഗമാണ് ആലപ്പുഴയിലെ കായൽ ടൂറിസവും ഹൌസ് ബോട്ടുകളും. ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ നിന്നായി 50,000-ഓളം കായൽ മേഖലയിലെ ആളുകളാണ് അനുബന്ധ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയുടെ സാധ്യതകൾ മനസ്സിലാക്കി ഉമ്മൻചാണ്ടി സർക്കാർ സീപ്ലെയിൻ പദ്ധതിക്കായി ഉദ്ഘാടന പറക്കലിന് ജില്ലയെ തെരഞ്ഞെടുത്തത്. അന്ന് പ്രതിഷേധമുയർത്തിയ ഇടതുപക്ഷം ഇന്ന് ആഘോഷമാക്കി പദ്ധതി നടപ്പാക്കുമ്പോൾ ആലപ്പുഴയെ പരിഗണിക്കുന്ന കാര്യത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. എന്നും തഴയാൻ വിധിക്കപ്പെട്ട ഒരു ജില്ല എല്ലാ തരത്തിലും, അതിനോടൊപ്പം തന്നെ ടൂറിസം മേഖലയും തഴഞ്ഞു പോവുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 10-25 വർഷമായി ഈ ഹൗസ് ബോട്ട് മേഖല ഇവിടെ ടൂറിസം രംഗത്ത് കേരളത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ ഒരു രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വഞ്ചനാപരമാണ് സർക്കാരിന്റെ നിലപാടെന്നാണ് ആക്ഷേപം. പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ഉദ്ഘാടനം മാത്രമായി ചുരുക്കാതെ ഗുണകരമാകുന്ന രീതിയിൽ തുടർന്നും മുന്നോട്ട് പോകണമെന്നാണ് പരാജയപ്പെട്ട മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയെ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ലക്ഷങ്ങൾ മുടക്കി പണിത് പിന്നീട് പൊളിച്ചുകളയേണ്ടി വന്ന പള്ളാത്തുരുത്തിയിലെ അമ്യൂണിറ്റി സെന്റർ നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ പൊളിച്ച ഭാഗമാണ്, ഈ പാലത്തിന് താഴെയോട്ടുള്ളത് ഒരു ടൂറിസം സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ച ഒരു അമ്യൂണിറ്റി സെൻ്ററാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പണി കഴിപ്പിച്ച ഈ അമ്യൂണിറ്റി സെൻ്റർ ഒരു ദിവസം പോലും സഞ്ചാരികൾക്കോ ആർക്കും തന്നെ ഇത് തുറന്നു കൊടുക്കാതെ ഇത് CRS പരിധിയിൽപ്പെടുന്നു എന്ന കാരണത്താൽ പഞ്ചായത്ത് നമ്പർ നൽകാതെ കുറേ കാലം കിടക്കുകയും അത് നശിച്ച് സാമൂഹ്യ വിരുദ്ധരും മീൻപിടുത്തക്കാരും അന്യസംസ്ഥാനക്കാരായ മീൻപിടുത്തക്കാർ അവരുടെ താവളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ കെട്ടിടം കുറേ കാലം അവർക്ക് ഉപയോഗപ്പെട്ടു. പക്ഷേ അത് ഇത്രയും മുതൽ മുടക്കി പണിത ഈ ഒരു സംവിധാനം ഇവിടെ ആർക്കും തന്നെ ടൂറിസ്റ്റുകൾക്കോ ഇവിടെ മുതൽ മുടക്കിയിരിക്കുന്ന സംരംഭകർക്കോ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ നടന്നില്ല. സീപ്ലെയിൻ പരിസ്ഥിതിക്ക് ദോഷകരമല്ലെന്ന് കണ്ടെത്തിയിട്ടും മത്സ്യത്തൊഴിലാളികളുടെ പുനരുജ്ജീവന പദ്ധതിയായി അത് മാറ്റാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടും ഒട്ടും ഗുണകരമല്ലാത്ത മൗനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ടൂറിസം രംഗത്തെ ആലപ്പുഴയുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും ചർച്ച ചെയ്ത് പരിഹരിക്കാനും വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് ആവശ്യം. പ്രതിഷേധത്തെ ഭയന്ന് സർക്കാർ പദ്ധതിയുമായി ഒളിച്ചോടുകയല്ല വേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ജില്ലയോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഭരണകക്ഷികൾ ഈ ജില്ലയോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ വ്യവസായത്തിനോട് കാണിക്കുന്ന തീർത്തും അവഗണനാപരമായ ഒരു സമ്പ്രദായമാണ് ഇവിടെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ആത്മാർത്ഥമായി വിചാരിച്ചാൽ എതിർപ്പുമായി മുന്നിട്ടിറങ്ങിയ മുന്നണിയിലെ തന്നെ കക്ഷിയായ CPI കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അങ്ങനെയല്ല, കൊച്ചി എയർപോർട്ടിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് മാത്രം സർവീസ് നടത്താനാണ് സീപ്ലെയിനെങ്കിൽ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് മുഖപത്രത്തിൽ എഴുതിയതുപോലെ സാമ്പത്തികമായി വിജയം കണ്ടെത്താനാകാതെ സമരം ചെയ്തു തോൽപ്പിച്ച കേരളത്തിലെ മുൻ പദ്ധതികളിൽ ഒന്നുപോലെ സീപ്ലെയിന്റെ രണ്ടാം വരവിനെയും ചരിത്രത്തിൽ നമുക്ക് അടയാളപ്പെടുത്താം. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനിടയിൽ യൂട്യൂബിൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ബിൻസീസ് ഫാമിന് ഒരുപാട് പിന്തുണ. സുനിമോൾ, അബ്രഹാം ഡാനിയൽ സാം, ബിൻസി ചേച്ചി, സപ്പോർട്ട് ഫ്രം ന്യൂസിലൻഡ്, രാധാകൃഷ്ണപിള്ള, എല്ലാവരും കൃഷി ചെയ്യണം ചെറിയ രീതിയിലെങ്കിലും എന്നൊക്കെ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ബിൻസി അവരെ രാവിലെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും സന്തോഷം. ഇനി നമ്മൾ പോകുന്നു വയനാട്ടിലേക്ക്. മറക്കരുത് നമ്മുടെ വയനാടിനെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ വയനാട് ദുരന്തം എന്ന് പറയുന്നത് മേഖലയിലെ വിനോദസഞ്ചാര മേഖലയെ ഒന്നാകെ ബാധിക്കുന്നു എന്ന ആക്ഷേപമാണ് ഈ മേഖലയിൽ നിന്നുള്ളവർ പങ്കുവെക്കുന്നത്. വയനാട്ടിലെ സാഹസിക ടൂറിസത്തിന്റെ പ്രധാന മേഖലയായ തൊള്ളായിരംകണ്ടിയിലേക്ക് സഞ്ചാരികൾ കുത്തനെ കുറഞ്ഞു. മേഖലയിലെ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർമാർ വലിയ പ്രതിസന്ധിയാണ് ദുരന്തത്തെ തുടർന്ന് നേരിടുന്നത്. വയനാട്ടിൽ ഓഫ് റോഡ് ടൂറിസത്തിന് പേരുകേട്ട സ്ഥലമാണ് തൊള്ളായിരംകണ്ടി. മേപ്പാടി പഞ്ചായത്തിൽ ചൂരൽമലയ്ക്ക് അടുത്താണ് ഈ പ്രദേശം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പരോക്ഷമായിട്ടാണ് ഈ മേഖലയെ ഒന്നാകെ ബാധിച്ചത്. മുൻപ് ഇവിടെ
എത്ര വാഹനങ്ങൾ ഓടിയിരുന്നു എന്നതിന്റെ കണക്കാണ് ഡ്രൈവേഴ്സിന്റെ ഈ ലെഡ്ജറിലുള്ളത്. ഒരു ദിവസം 3-4 തവണ മുകളിൽ പോയി വന്നിരുന്നതിന്റെ രേഖകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത് ഈ വർഷം ആദ്യത്തെയാണ്. ഇനി നമ്മൾ പേജുകൾ മറച്ച് ഇപ്പോഴത്തേക്ക് വന്നാൽ ഒരു ദിവസം ഓടുന്നത് ഒരു തവണ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടം തന്നെ കിട്ടാറില്ല. ഇതിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു മേഖലയൊന്നാകെ എത്രമാത്രം ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. 230 4-വീൽ ജീപ്പുകളാണ് 900 കണ്ടിയിൽ വിനോദസഞ്ചാരികൾക്കായി സർവീസ് നടത്തുന്നത്. 2 ഗ്ലാസ് ബ്രിഡ്ജുകളും കാഴ്ച കാണാനുള്ള ഇടങ്ങളും റിസോർട്ടുകളുമൊക്കെയാണ് 900 കണ്ടി മുകൾ ഭാഗത്തുള്ളത്. ഒരു സർവീസിന് ഈടാക്കുന്നത് 1250 രൂപ. 6 പേർക്ക് കയറാം. ചൂരൽമല ദുരന്തം ഉണ്ടായി 70 ദിവസത്തിനു ശേഷമാണ് ഇവിടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രവർത്തിക്കാൻ അനുവാദം ലഭിച്ചത്. പക്ഷേ ദിവസം ഇത്ര കഴിഞ്ഞിട്ടും വിനോദസഞ്ചാരികൾ പഴയ പോലെ ഇവിടേക്ക് എത്താത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. ഞങ്ങൾക്കിത് സീസണലാണ്, അതായത് ടൂറിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഞങ്ങൾക്ക് 200 വണ്ടികൾ നല്ല ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ദിവസവും ഓരോ ജോലി കിട്ടുകയും ആഴ്ച അവസാനങ്ങളിൽ ഞങ്ങൾക്ക് 1-2 ട്രിപ്പുകൾ കൂടുതൽ കിട്ടുകയും അഡീഷണൽ കിട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഞായറാഴ്ചയില്ല, ശനിയാഴ്ചയില്ല, എല്ലാ ദിവസവും ഒരേപോലെയായി. വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വയനാട് ജില്ലയിലേക്ക് തീരെ ഇല്ലാതായി. മാത്രമല്ല ഞങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പൈനാപ്പിൾ മുതൽ 10 രൂപയുടെ പൈനാപ്പിൾ വരെ വിറ്റ് ജീവിക്കുന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. 3 ദിവസം 4 ദിവസം കൂടുമ്പോഴാണ് ഒരു വണ്ടിക്ക് ഒരു ഓട്ടം കിട്ടുന്നത്. അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ ഞങ്ങളൊക്കെ. എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ട പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് എന്താണ്? സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ എന്താ പറയാ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ദുരന്തത്തിന്റെ സമയത്ത് പിന്നെ അന്ന് പറഞ്ഞത് വയനാട് ദുരന്തമായി പറഞ്ഞിരുന്നത്. ഇതിപ്പോ നമ്മളൊരു വാർഡ് നമ്മൾ 9ാം വാർഡാണ്. ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത സ്ഥലമാണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഷോക്കായി. അപ്പോ അതിൽ നിന്നൊരു റിമൂവ് ചെയ്ത് കിട്ടണം നമുക്ക്. മുൻപ് 2 തവണയും 3 തവണയും ഒക്കെ മുകളിലേക്ക് പോകാൻ അവസരം കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് ഒരു തവണ അവസരം കിട്ടുന്നത്. വാഹന വായ്പ അടയ്ക്കാനും ടാക്സി ലൈസൻസ് പുതുക്കാനുള്ള ചെലവുകളുമൊക്കെ കണ്ടെത്തുവാൻ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും ഡ്രൈവർമാർ പറയുന്നു. ഇപ്പോഴും 200 വണ്ടി ഇവിടെ ഓണായി കിടക്കെങ്കിൽ കൂടി ഒരു ദിവസം 10-15 വണ്ടികൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ആഴ്ചയിൽ ഒരു ഓട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ കിട്ടുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഹനത്തിന്റെ അടവുകളും കുടിശ്ശികയും ഇൻഷുറൻസും എല്ലാം നല്ലൊരു ബാധ്യത വാഹനങ്ങളുടെ ഉടമകൾക്കെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. മെയിന്റനൻസ്, വർഷത്തിലുള്ള ബ്രേക്ക്, ഇതിനൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇളവും ആരും സംസാരിച്ചിട്ടില്ല, കിട്ടിയിട്ടുമില്ല. ബാങ്കുകൾ ഇളവ് ചെയ്യും, അടവുകൾ എഴുതിത്തള്ളും എന്നുള്ള കുറെ പ്രഹസനങ്ങൾ ഇവിടെ നടക്കുക എന്നല്ലാതെ അതിന്റെ ഒരു പ്രാക്ടിക്കലായ കാര്യങ്ങൾ ഇതുവരെ നീങ്ങിയതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ മേഖല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ അതിജീവിക്കുന്നു ഞങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യമൊക്കെ നമ്മൾ വണ്ടി പണിക്കുമ്പോൾ നമുക്ക് ഒരു വണ്ടിന്റെ ലീഫ് സെറ്റ് ഒന്ന് അയച്ച് ഒന്ന് റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു 100 രൂപ 150 രൂപ വരുന്ന സ്ഥിതിക്ക് ഇപ്പൊ അയച്ച് മാറ്റണമെങ്കിൽ തന്നെ 500 രൂപ 600 രൂപ അവരെ പണിക്കൂലി മാത്രം കൊടുക്കണം. സ്പെയർ പാർട്ട് സാധനത്തിന്റെ വില അത് വേറെ. പിന്നെ നമ്മൾ ഇപ്പൊ ആദ്യമൊക്കെ നമ്മൾ ജീപ്പിന് 10,000 രൂപ 9,000 രൂപ ഇൻഷുറൻസ് അടച്ച് നമ്മൾ ഇപ്പൊ 20,000 22,000 23,000 രൂപ ഇൻഷുറൻസ് മാത്രം അടക്കണം നമ്മൾ. അതുപോലെ ക്ഷേമനിധി ആദി ഇത് അങ്ങനെ ഒരുപാട് നമ്മൾ എന്ത് 10 രൂപ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും ഒരു വകുപ്പിൽ നമ്മൾ സർക്കാരുകൾ നമ്മുടെ അടുത്ത് വാങ്ങിയെടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു പെർമിറ്റുള്ള വാഹനം 250ഓളം വാഹനങ്ങൾ ഇവിടെയുണ്ട്. പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു വർഷത്തേക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് വണ്ടിക്ക് മാത്രം വേണം. ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ അതായത് വണ്ടിയുടെ ഫിറ്റ്നസ് കാര്യങ്ങൾ മെയിൻ്റനൻസ് എല്ലാം കൂടി 1 ലക്ഷം രൂപ ചുരുങ്ങിയത് ഒരു വണ്ടിക്ക് ഇല്ലാതെ ഇവിടെ പറ്റില്ല. പിന്നെ ഈ ഓട്ടം കൂടി ഇല്ലാതായപ്പോൾ ഇതിപ്പോൾ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയിക്കാണ്. വിറ്റ് ഒഴിവാക്കാനും പറ്റുന്നില്ല, എടുത്ത വിലയ്ക്ക് വാങ്ങാനും ആളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുമാനമില്ലാത്ത അവസ്ഥ, ഒരു ദിവസം പോലും വരുമാനമില്ല. ആഴ്ചയിൽ ഒരു ദിവസം വരുമാനം എന്നുള്ളതായി. ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ചെറിയ ചെറിയ സഹായങ്ങളും അതായത് ഭക്ഷ്യ വിതരണ സന്നദ്ധ സംഘടനകൾ ചെറിയ സഹായങ്ങളൊക്കെ ലഭിച്ചു. അതിനൊരു പരിധിയുണ്ട്, അത് കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലെ അതുപോലെ തന്നെ ആശുപത്രി, പലരുടെ വീട്ടിലും രോഗികളായ പലരും ഉണ്ട്. അവർക്കുള്ള ചികിത്സാ ഇതിന് എല്ലാം വളരെ ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ വയനാട് ദുരന്തമെന്ന് പറയുന്നത് തന്നെ വിനോദസഞ്ചാര മേഖലയെ ബാധിച്ചുവെന്നും ഇവർ പറയുന്നു. സഞ്ചാരികൾ വരാൻ മടിക്കുകയാണ്. വയനാട് ദുരന്തങ്ങളുടെ പ്രചാരണം ശരിക്കും വിനോദസഞ്ചാര മേഖലയെ ബാധിച്ചു അല്ലേ? നന്നായിട്ട് ബാധിച്ചു. അത് ഇന്റർസ്റ്റേറ്റിലും അവിടെയുള്ള ആളുകൾ വയനാട് എന്ന് പറയുമ്പോൾ അവർ അങ്ങനല്ല അവർ കാണുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ, അവർക്കത് അറിയുന്നില്ലല്ലോ. ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടും ആളുകൾ വരാത്തൊരു സാഹചര്യമാണുള്ളത്. അല്ല, നിയന്ത്രണങ്ങൾ എന്താ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഫ്ലഡ് നടന്ന സ്ഥലത്ത് 47ഓളം ബോഡികൾ ഇനിയും കിട്ടാനുണ്ട്. അപ്പൊ അവിടെ 2-3 സ്ഥലങ്ങളിൽ ബാരിക്കേഡ് വെച്ചിട്ട് പോലീസ് അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. കാരണം ആളുകൾ പോകുന്ന കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ 47ഓളം ബോഡികൾ ഉണ്ട്, കിട്ടാറുണ്ട് അവിടെ. അപ്പോൾ അത് ഇപ്പോൾ ഇനി രണ്ടാമത് തെരച്ചിലൊന്നും ഒരു കറക്റ്റ് ആവും തോന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടി മരണ സർട്ടിഫിക്കറ്റ് കാര്യം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആളുകളും കാര്യങ്ങളൊക്കെ വരും. മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ പുനർനിർമ്മാണത്തിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒരുപോലെ കൈകോർക്കണമെന്നും വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വയനാടിന്റെ വരുമാനത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്കുള്ള പ്രാധാന്യം പരിഗണിക്കുമ്പോൾ 900 കണ്ണി ഡ്രൈവർമാർക്ക് പറയാനുള്ളത് തന്നെയാകും വയനാട്ടിലെ ഈ മേഖലയിലുള്ളവർക്ക് എല്ലാം പറയാനുണ്ടാവുക. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇനി നമ്മൾ പ്രത്യേക സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ന്യൂസ് 18 ആഘോഷിക്കാമല്ലോ. അപ്പോൾ ഇന്ന് വയനാട് മാനന്തവാടി സ്വദേശിനി മിൻഹ ഫാത്തിമയുടെ ജന്മദിനമാണ്. 10ാമത്തെ ജന്മദിനമാണ് മിൻഹയ്ക്ക്. മിൻഹ, ഹാപ്പി ബർത്ത്ഡേ. ഈ പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത് സഹോദരൻ അയാനാണ്. അയാന് വേണ്ടി ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ മിൻഹ. ന്യൂസ് 18ലെ ഞങ്ങളുടെ സഹപ്രവർത്തക പാർവതി നായരുടെ അമ്മ ജയന്തിയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. അമ്മയ്ക്ക് ആശംസകൾ അറിയിക്കുന്നു പാർവതി. വയനാട് മാനന്തവാടി സ്വദേശി റിയ ഫാത്തിമയുടെ 11ാമത്തെ ജന്മദിനമാണ്. സഹോദരി ഹംന ഫാത്തിമയാണ് ആശംസകൾ അറിയിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ റിയ ഫാത്തിമ. ജിതിൻ സെബാസ്റ്റ്യൻ കൊച്ചി മരട് സ്വദേശിയാണ്. ജിതിന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. ബിലേറ്റഡ് വിഷസ് ജിതിൻ സെബാസ്റ്റ്യൻ. നിങ്ങളുടെ പ്രത്യേക ദിനം അതെന്തുമാകട്ടെ, അത് ന്യൂസ് 18 പങ്കുവെക്കാം. വാട്സപ്പ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന ഫോർമാറ്റിൽ ഫോൺ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ ന്യൂസ് 18 ഫ്രെയിമിൽ നിങ്ങളുടെ വിശേഷ ദിനം മറ്റുള്ളവരുമായി പങ്കുചേർന്ന് ആഘോഷിക്കാം. ഇനി UEFA ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ വൻ ടീമുകളുടെ പോരാട്ടമുണ്ടായിരുന്നു. അതിൽ ബാഴ്സലോണ, ബയേൺ മ്യൂണിക്, ആഴ്സണൽ എന്നിവർ ജയിച്ചു എന്നുള്ളതാണ്. ബയേൺ മ്യൂണിക്കും PSG-യുമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളൊന്ന്. PSG ബയേൺ മ്യൂണിക് മത്സരത്തിൽ PSG-യെ മറുപടിയില്ലാത്ത 1 ഗോളിനാണ് ബയേൺ മ്യൂണിക് തോൽപ്പിച്ചത്. ബാഴ്സലോണ ബ്രസ്റ്റിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി ഡച്ച് ടീം ഫെയനോർദുമായി സമനില വഴങ്ങി 3 ഗോളുകളാണ് ഇരു ടീമും സ്വന്തമാക്കിയത്. അതേസമയം ആഴ്സണൽ അത്യുഗ്രൻ ജയമാണ് സ്വന്തമാക്കിയത്. സ്പോർട്ടിങ്ങിനെ 1-നെതിരെ 5 ഗോളുകൾക്കാണ് ആഴ്സണൽ തകർത്തത്. IPL താരലേലം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണിലുടക്കിയത് ഋഷഭ് പന്തിന്റെ റെക്കോർഡ് ലേലത്തുകയും വൈഭവ് സൂര്യവംശി എന്ന 13-കാരന്റെ ഉദയവുമൊക്കെയായിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് ഒരു പുതിയ താരം കൂടി IPL-ന്റെ പുതിയ സീസണിൽ അരങ്ങേറ്റത്തിന് കാത്തിരിക്കുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള 23-കാരൻ വിഘ്നേഷ് പുത്തൂർ. പെരിന്തൽമണ്ണയിലെ ഓട്ടോ ഡ്രൈവറായ സുനിൽകുമാറിന്റെയും വീട്ടമ്മയായ KP ബിന്ദുവിന്റെയും മകനായ വിഘ്നേഷിന് ക്രിക്കറ്റിൽ പാരമ്പര്യങ്ങളൊന്നും പറയാനില്ല. ചെറുപ്പം മുതൽ തന്നെ അച്ഛന്റെ ഓട്ടോയിലാണ് ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ എത്തിയിരുന്നത്. അച്ഛന്റെയും അമ്മയുടെയും പൂർണ്ണ പിന്തുണ മകന്റെ ക്രിക്കറ്റ് മോഹത്തിനുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഉയരങ്ങളെത്തിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും തന്റെ മാതാപിതാക്കൾ തന്നെയാണെന്ന് വിഘ്നേഷ് പറയുന്നു. നാട്ടിലെ ക്രിക്കറ്റ് പരിശീലകനായ വിജയനാണ് തുടക്കകാലത്ത് പാഠങ്ങൾ പകർന്നു നൽകിയത്. പിന്നീട് കേരളത്തിനായി അണ്ടർ 14, 19, 23 വിഭാഗങ്ങളിൽ കളിച്ചു. ഇതുവരെ കേരള സീനിയർ ടീമിന്റെ ജേഴ്സി അണിഞ്ഞിട്ടില്ല. അതിനു മുൻപാണ് IPL ഭാഗ്യം തേടിയെത്തിയത്. പ്രഥമ ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന്റെ താരമായിരുന്നു. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജിൽ MA ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. ന്യൂസ് 18 മലപ്പുറം. വിഘ്നേഷ് പുത്തൂരിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വിഘ്നേഷ് കേരളത്തിന്റെ ടീമിൽ കളിക്കാതെ, സീനിയർ ടീമിൽ കളിക്കാതെ നേരെ IPL കളിക്കാനുള്ള ശ്രമത്തിലാണത്. മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ് ഈ കേരള ക്രിക്കറ്റ് ലീഗിലെ പ്രകടനം കണ്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു ട്രയൽസിന് വേണ്ടി. അതിന് പിന്നാലെ അവർ സ്വന്തമാക്കുകയും ചെയ്തു. പൊള്ളുന്ന വെയിലൊന്നും കലോത്സവ ആവേശത്തെ ബാധിക്കില്ല എന്ന് തെളിയിക്കുകയാണ് കൊട്ടാരക്കരയിലെ 63ാമത് ജില്ലാ കലോത്സവ വേദിയിലെ കാഴ്ചകൾ. വെയിലും ചൂടും വകവയ്ക്കാതെ തന്നെ പട്ടാള ചിട്ടയിൽ അരങ്ങേറിയ ബാൻഡ് മേളം കാണാം. ഈ കാഴ്ചയോടുകൂടി രാവിലെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ. നമസ്കാരം.
ബാൻഡ് സംഘം തയ്യാറായാൽ ആദ്യം പ്ലാറ്റൂൺ പരിശോധന. ലീഡർ കമാൻഡ് വിളിക്കിയാൽ പൊടിപാറുന്ന പ്രകടനമായി. ഇരുപത് മിനിറ്റിൽ 20 പേർ അടിതെറ്റാതെ ചുവട് വയ്ക്കണം. 6 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. തികച്ചും പട്ടാളച്ചിട്ടയിൽ തന്നെയെന്ന് പരിശീലകരും പറയുന്നു. ആർമിയുടെ ഒരു ചിട്ട അനുസരിച്ചാണ് നമ്മൾ ഈ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാൻഡ് മാഷ് ഉണ്ട്, വേറെ ബാൻഡ് മാഷ് അദ്ദേഹം ഇതിന്റെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് തിയറിക്കലായിട്ട്. ബാക്കി ചിട്ടപ്പെടുത്തിയത് ഞങ്ങളുടെ ആർമിയുടെ ഒരു ബേസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിനകത്ത് വേറെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട്. 8 ഡ്രമ്മറ്റ്, 4 സൈഡ് ഡ്രം, 2 സർക്കിൾ ബേസ്, ഇങ്ങനെ നീളുന്നു ബാൻഡുമേളത്തിന്റെ വാദ്യോപകരണങ്ങൾ. മത്സരാർത്ഥികൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ഒത്തിരി പ്രകടനങ്ങളൊക്കെ കാണിക്കണം. പിന്നെ ലൈൻ കറക്റ്റ് ആക്കണം. ഒരേ ഫോർമേഷൻ ലൈൻ അത് മാറരുത്. പിന്നെ ഒത്തിരി ശ്വാസങ്ങൾ കാല് വെക്കണം. അതൊക്കെ ഒരേ ലൈനിലായിരിക്കണം. പിന്നെ ഡ്രംസോളോ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ് ഒന്നും പോകരുത്. ഡ്രസ്സിന്റെ ഒന്നും ധരിച്ചേക്കൊന്നും പോകരുത്. എല്ലാം കറക്റ്റ് ആയിരിക്കണം. നമ്മൾ സ്റ്റെപ്പൊക്കെ ചെയ്യുന്ന ഒരേപോലെ ആയിരിക്കണം. നമ്മള് ഹെഡ് വെയിറ്റിലാണ് നിൽക്കേണ്ടത്. നമ്മൾ ആദ്യം ചെല്ലുക, സല്യൂട്ട് കൊടുക്കുക. ആ ഒരു നല്ല ഒരു രീതിയിൽ എല്ലാവരുടെയും കാലും കൈയും എല്ലാം ഒരേപോലെ എടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും ഒരേപോലെ എന്ന് ആണ് അവിടെ കാണിക്കേണ്ടത്. പൊള്ളുന്ന വെയിലത്ത് ബാൻഡ് സംഘം ചൂടുവയ്ക്കുമ്പോൾ ആദ്യത്രയും പരിശീലകർക്കാണ്. പരിശീലനമടക്കം 2 ലക്ഷത്തോളം ഒരു ബാൻഡ് ഗ്രൂപ്പിന് ചെലവരുമെങ്കിലും HS12 ഹയർ സെക്കൻഡറി 1 ഇങ്ങനെയായിരുന്നു മത്സരം. മത്സരം കഴിയുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് ഊർജം പകരാൻ അധ്യാപകർ ഒപ്പമുണ്ട്. ഗ്ലൂക്കോസ് നൽകുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. കലോത്സവ നഗരിയിൽ നിന്നും എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം.